വഴിയായി അവിടുത്തെ പാദപീഠത്തിലേക്ക് അടുത്തു വരുവാൻ ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ഈ വലിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നാഥ. സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ കോട്ടയും ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായിരിക്കാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നാഥ. സ്തുതിക്കുന്നു. ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കി അടുത്തു വരുന്ന കർത്താവേ, ഞങ്ങളുടെ പാട്ടുകള് ഞങ്ങളുടെ വചനധ്യാനം ഒക്കെ അവിടത്തേക്ക് പ്രസാദകരമായിരിക്കുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാട്ടുപാടി ആരാധന ലീഡ് എന്ന ബെന്നി ബ്രദറിനെയും കുടുംബത്തെയും തിരുക്കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവർക്ക് കൊടുത്തിരിക്കുന്ന കർത്താവേ ശുശ്രൂഷകൾക്കായി താലന്തുകൾ അവിടുത്തെ നാമത്തിനു വേണ്ടി ഉപയോഗിക്കുവാനുള്ള അവരുടെ ഹൃദയ വിശാലതയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവരെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടന്നു വരുവാനുള്ളവരെ തക്ക സമയത്ത് ജോയിൻ ചെയ്യുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് തിരുനാമത്തെ ഉയർത്തുമ്പോൾ കർത്താവെ, അത് അവിടുത്തേക്ക് സുഗ്രാഹ്യമായിരിക്കുവാൻ, അവിടുത്തേക്ക് പ്രസാദകരമായിരിക്കുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളും അഭയാചനകളും കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വീണ്ടും ആയിരിക്കുവാൻ ദൈവം ഒരുക്കിയ വലിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപകൾ, ദൈവത്തിൻ്റെ പരിപാലനങ്ങൾ നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം വലിയതായിരുന്നതിനാൽ നമ്മൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മൾക്ക് ഒരുമിച്ച് പാട്ടുകളെ പാടി ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. പ്രിയ ബെന്നി ബ്രദറിന് കുടുംബത്തിനും ഒരുമിച്ച് നമ്മളോടുകൂടെ ആയിരിക്കുമ്പോൾ അവർ പാടുന്ന പാട്ടുകൾ നമ്മൾക്കറിയാവുന്ന പാട്ടുകളാണെങ്കിൽ മൈക്കുകൾ മ്യൂട്ട് ചെയ്തിട്ട് അവരോട് കൂടെ ചേർന്ന് പാടി നമ്മൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രിയ ബെന്നി ബ്രദർ ആൻഡ് ഫാമിലി. താങ്ക് യു. ദൈവനാമത്തിന് പൂർണ്ണ മഹത്വം ഉണ്ടാകട്ടെ. ഈ വെള്ളിയാഴ്ച സമയം എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും രാജാവായി ഈ വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ എല്ലാവർക്കും അറിയിക്കുകയാണ്. ദൈവം എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. അവരവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് ഈ രാത്രി, ഈ രാവിലെ കാലം ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, വിടുതൽ തരട്ടെ, പ്രത്യാശയിൽ ഈ അന്ത്യനാളുകൾ നിറയ്ക്കട്ടെ. ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കടന്നു വരാൻ ദൈവമക്കളെ, എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ട് നമ്മളെ ഈ ഭൂപരപ്പിൽ വഴി നടത്തുന്ന, നമ്മളെ കരം പിടിച്ച് നടത്തുന്ന നമ്മുടെ കർത്താവ് സ്തുതി കരേറ്റാം ചേർന്ന് അവിടത്തേക്ക് എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. നന്ദിയോടെ നമുക്ക് അവിടുത്തെ ഉയർത്താം ദൈവമക്കളെ. അവിടുത്തെ ബലം ഗ്ലോറി സ്തുതിച്ചിടുവിൻ കീർത്തനങ്ങൾ ദേവനു പാടിടുവിൻ. സ്തുതിയോചിതം മനോഹരവും നല്ലതുമെന്നറിവിൻ. സ്തുതിച്ചിടുവിൻ കീർത്തനങ്ങൾ ദേവനു പാടിടുവിൻ. സ്തുതിയോചിതം ദേവാദിദേവനെ പാരി വന്നു, പാപിയെ തേടി വന്നു, വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. ദേവാദിദേവനെ പാരി വന്നു, പാപിയെ തേടി വന്നു, വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. തിരുക്കരങ്ങൾ നിരത്തി വച്ചു, താരകങ്ങൾ ഒരുക്കിയവൻ നമുക്കു രക്ഷ മാർഗമതെന്നു
സ്തുതിക്കുവിൻ തൻ കൃപകൾ, പുകഴ്ത്തുവിൻ തൻ ക്രിയകൾ. മാനിതനാം തൻ നാമം മഹിമകൾ വർണ്ണിക്കുവിൻ. ധ്യാനിക്കുവിൻ തൻ കൃപകൾ, പുകഴ്ത്തുവിൻ തൻ ക്രിയകൾ. മാനിതനാം തൻ നാമം മഹിമയിൽ വർണ്ണിക്കുവിൻ. ദേവാദിദേവനെ പാടി വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർന്നു, ജീവിക്കുന്നു നമുക്കായി. ദേവാദിദേവനെ പാടി വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർന്നു, ജീവിക്കുന്നു നമുക്കായി. മനം തകർന്നോ കൃപയുടെ പരിചരണം, ധനം സുഖം സന്തോഷമെല്ലാം നമുക്കവതരും ചരണം. മനം തകർന്നോ കരുളുമവൻ കൃപയുടെ പരിചരണം, ധനം സുഖം സന്തോഷമെല്ലാം നമുക്കവതരും ചരണം. ദേവാദിദേവനെ പാടി വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർന്നു, ജീവിക്കുന്നു നമുക്കായി. ദേവാദിദേവനെ പാടി വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർന്നു, ജീവിക്കുന്നു നമുക്കായി. ദേവാദിദേവനെ പാടി വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർന്നു, ജീവിക്കുന്നു നമുക്കായി. വല്ലഭനായി മരിച്ചുയർന്നു, ജീവിക്കുന്നു നമുക്കായി. അവിടുന്ന് ജീവിക്കുന്നത് നമ്മെ ജീവിപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. നിത്യതയിൽ എത്തിക്കുന്ന ദൈവം, വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തൻ. ആ കർത്താവിനെ ചേർന്ന് ദൈവമക്കളെ നമുക്ക് പിന്നെയും ഉയർത്താം. എന്തെന്നാൽ പുറം പറമ്പിൽ കിടന്ന് നമ്മെ വിളിച്ചു വേർതിരിച്ച് അങ്ങയുടെ മക്കളും കൂട്ടവകാശികളും ആക്കി നമ്മളെ തീർത്തു. ഹല്ലേലൂയ. രാജകീയ പുരോഹിതന്മാരും വിശുദ്ധ ജാതിയുമായി നമ്മളെ തീർത്തു. എന്ത് നന്മയാണ് ദൈവമക്കളെ നമുക്കുള്ളത്. ഹല്ലേലൂയ. അവിടുത്തെ കൃപ, അവിടുത്തെ ദയ, അവിടുത്തെ കരുണ ഒന്ന് മാത്രം. ആകയാൽ നമ്മെ കരം പിടിച്ച് വഴി നടത്തുന്ന ആ കർത്താവിനെ ചേർന്ന് നമുക്ക് മഹിമപ്പെടുത്താം. ഹല്ലേലൂയ. ഇത്രമേൽ എന്നെ സ്നേഹിക്കുവാൻ അപ്പ എനിക്കൊരു യോഗ്യതയുമില്ലായിരുന്നു, എന്നാൽ എന്നെ കാലാകാലങ്ങളിൽ വേർതിരിച്ചു അങ്ങയുടെ സന്തോഷം അനുഭവിക്കുവാൻ, അങ്ങയുടെ സമാധാനം അനുഭവിക്കുവാൻ, അങ്ങയുടെ വലിയ ബലം അനുഭവിക്കുവാൻ, അവിടുത്തെ മറ്റുള്ളവർക്ക് ഘോഷിക്കുവാൻ ചേർന്ന് നമുക്ക് ഉയർത്താം. കർത്താവേ, ഹല്ലേലൂയ. ഇത്രമേൽ എന്നെ സ്നേഹിച്ചു, ഇതെത്രയും വിചിത്രമേശു രക്ഷകാ. ഇത്രമേൽ എന്നെ സ്നേഹിച്ചു, ഇതെത്രയും വിചിത്രമേശു രക്ഷകാ. എത്ര ദൂരം നിന്നെ വേട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എത്ര ദൂരം നിന്നെ വേട്ടോടി ഞാൻ,
പകർന്നു തന്നിന്നിൽ നീ തള്ളിപ്പറഞ്ഞപ്പോൾ തള്ളിക്കളഞ്ഞതിൽ എന്നെ നീ ചൂടുള്ളൊരപ്പവും പുള്ളിനാ ചൂടും പകർന്നു തന്നിന്നിൽ നീ എത്ര ദൂരം എന്നെ വേട്ടോടിനാ അത്ര നേരം കാത്തു നിന്നെന്നെ നീ എത്ര ദൂരം എന്നെ വേട്ടോടിനാ അത്ര നേരം കാത്തു നിന്നെന്നെ നീ ക്രൂശിൽ കിടന്നപ്പോഴും കാരിലും പാണിയല്ല വേദന നാശത്തിലായൊരു രക്ഷയ്ക്കായി ആശിച്ചതല്ലയോ രോദനം ക്രൂശിൽ കിടന്നപ്പോഴും കാരിലും പാണിയല്ല വേദന നാശത്തിലായൊരു രക്ഷയ്ക്കായി ആശിച്ചതല്ലയോ രോദനം എത്ര ദൂരം എന്നെ വേട്ടോടിനാ അത്ര നേരം കാത്തു നിന്നെന്നെ നീ എത്ര ദൂരം എന്നെ വേട്ടോടിനാ അത്ര നേരം കാത്തു നിന്നെന്നെ നീ എത്രമേൽ എന്നെ സ്നേഹിച്ചു എത്രയും വിചിത്രമേശു രക്ഷകാ എത്രമേൽ എന്നെ സ്നേഹിച്ചു എത്രയും വിചിത്രമേശു രക്ഷകാ എത്ര ദൂരം എന്നെ വേട്ടോടിനാ അത്ര നേരം കാത്തു നിന്നെന്നെ നീ എത്ര ദൂരം എന്നെ വേട്ടോടിനാ അത്ര നേരം കാത്തു നിന്നെന്നെ നീ അവിടുത്തെ വിട്ടോടിയോ അത്രയും നേരം കാത്തു ആ ദൂതപുത്രനെ പോലെ നമ്മളെ കാത്തു നിന്ന് വിളിച്ച ദൈവം അവന്റെ മകനായി മകളായി നമ്മളെ തീർത്തു. ഹല്ലേലൂയ. കർത്താവിനെ എത്ര സ്തുതിച്ചാലും നമുക്ക് മതി വരത്തില്ല ദൈവമക്കളെ. ഒരു പെറ്റ തള്ള തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? ഇനി മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞ ദൈവം നിത്യത വരെ നമ്മെ കൈപിടിച്ച് നടത്തുവാൻ വാഗ്ദത്തം ചെയ്തവൻ. ഹല്ലേലൂയ. വിശ്വസ്തനായി നമ്മുടെ കരങ്ങൾ പിടിച്ചിട്ടുണ്ട് എന്ന ആ ഉറപ്പോടെ ദൈവമക്കളെ വിശ്വാസത്തോടെ ആ കൃപയെ നമുക്ക് ഉയർത്താം. അവിടുത്തെ വരവാസനമായി നമ്മളെ നിത്യതയിൽ സ്വർഗത്തിൽ എത്തിക്കുവാൻ. ഹല്ലേലൂയ. കാലങ്ങൾ വിളിച്ചു പറയുന്നു, ലക്ഷണങ്ങൾ വിളിച്ചു പറയുന്നു. ഈ സത്തോ ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ വരവെടുത്തു. ഹല്ലേലൂയ. ആ കർത്താവിനെ നമുക്ക് ചേർന്ന് ഉയർത്താം. ഹല്ലേലൂയ. ഒരു നാളും എന്നെ പിരിയാതെ എന്നെ നടത്തുന്ന നിത്യതയിൽ എത്തിക്കുന്ന ആ വൻകരത്തെ ഉയർത്താം. ഹല്ലേലൂയ. ഓരോ നാളിലും പിരിയാതന്ത്യത്തോളം ഓരോ നിമിഷവും കൃപയാ
ആരാധിക്കുവാൻ അവിടുന്ന് നമുക്ക് ഓരോരുത്തരും കൃപ ചെയ്തു. ഹല്ലേലൂയ. കർത്താവിനെ ധ്യാനിച്ചും മാനിച്ചും ആരാധിച്ചും പോകുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകൾ, ദൈവവചന പ്രഘോഷണം എല്ലാം ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായി തീരുവാനും വന്ന എല്ലാവർക്കും വിടുതലും ദൈവനാമ മഹത്വവും പ്രത്യാശയുമായി ഈ സമയം തീർക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവദാസനെ കാൽവറി ക്രൂശിൻ്റെ മറവിൽ മറയ്ക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. ആമേൻ. താങ്ക് യു ബെന്നി ബ്രദറെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അവസാനം പാടിയ പാട്ടിന്റെ വരികള്, ഞാൻ അങ്ങെ സ്നേഹിക്കുന്നു എൻ ജീവനേക്കാൾ. നമ്മൾക്ക് നമ്മളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും അത് പറയുവാൻ കഴിയും. ഞാൻ അങ്ങെ സ്നേഹിക്കുന്നു എൻ ജീവനേക്കാൾ എന്ന് പറയുമ്പോൾ നമ്മള് ആദ്യ നൂറ്റാണ്ടിലെ ഭക്തന്മാര് അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ച് അവര് കർത്താവിന്റെ ശിഷ്യന്മാര് ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും ക്രൂശിക്കപ്പെടുകയോ മറ്റു വിധത്തിലുള്ള മരണം അനുഭവിക്കുകയോ ചെയ്തവരാണ്. അതുപോലെ രക്തസാക്ഷിയായ അനേകരുണ്ട്. അവര് ആ സ്നേഹത്തെ തങ്ങളുടെ ജീവനേക്കാൾ ദൈവത്തെ ആരാധിക്കുന്നത് ഇന്ന് ഇറാനില് അങ്ങനെ പലയിടങ്ങളില് ഇതുപോലെ ജീവനേക്കാൾ ദൈവത്തെ സ്നേഹിക്കുന്ന അനേകരുണ്ട്. സുഖമായി നമ്മൾ ഇരിക്കുന്ന ഇടത്ത് ഇരിക്കുമ്പോൾ പാട്ട് അതിൻ്റെ ഈണത്തിനൊത്ത് പാടിപ്പോകാതെ പാട്ടിൻ്റെ അർത്ഥവും അതിൻ്റെ അർത്ഥത്തിൻ്റെ ആഴങ്ങളും മനസ്സിലാക്കി നമ്മൾ പാടിയാൽ നമ്മളുടെ വിശ്വാസത്തിൽ അപ്പോൾ നമ്മളുടെ ആരാധനയ്ക്ക് അർത്ഥമുണ്ടാകും. ആത്മാർത്ഥ ഹൃദയത്തോടെ നമ്മൾക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും. നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുമ്പ് പൂജ ഒരു 5 മിനിറ്റ് പെട്ടെന്ന് സാക്ഷി പറയും. അതിനുശേഷം മാത്യു ബ്രദർ പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാം. കേൾക്കാം, പറഞ്ഞു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധനായ ദൈവത്തെ ഒരിക്കൽ കൂടെ ദൈവമക്കളോട് ഒരുമിച്ച് ചേർന്ന് ആരാധിപ്പാൻ ദൈവം നൽകിയ സാക്ഷിയായി നിൽപ്പാനും ദൈവം നൽകിയ സാവകാശത്തോട് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും അറിയുന്ന പോലെ ഞാൻ BSc നഴ്സിംഗ് പഠിക്കുകയാണ്. ഇപ്പം 4ാം വർഷം ആയി. ഞങ്ങൾക്ക് 8 സെമസ്റ്ററുകളാണ് ഉള്ളത്. അതിൽ 7 സെമസ്റ്ററും ദൈവകൃപയാൽ എല്ലാ എക്സാംസ് എല്ലാം ക്ലിയർ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളോടും ഞാൻ നന്ദി അറിയിക്കുന്നു. മാത്രമല്ല, ഈ മീറ്റിംഗിൽ ഒത്തിരി പേര് എന്നെ ഫൈനാൻഷ്യലിയും കൈത്താങ്ങലുകൾ നൽകി. ആ കാര്യങ്ങളെല്ലാം ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവരെല്ലാവരും പേര് വരാൻ ഞാൻ ഓർക്കുന്നു. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ജൂൺ മുതലാണ് എന്റെ ഇന്റേൺഷിപ്പ് തുടങ്ങിയത്. അനേക പ്രതിസന്ധികളിലൂടെ എങ്കിലും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ അസുഖത്താൽ ഭാരപ്പെട്ടു. പക്ഷെ എനിക്ക് ടേക്ക് കെയർ ചെയ്യാനോ ഒന്നും ആരും ഇല്ലാത്ത സ്ഥാനത്തും ആയിരിക്കുന്നു. പക്ഷെ എങ്കിലും ദൈവം വഴിവാതിലുകൾ തുറന്നു. ഇപ്പൊ ഞാനൊരു ദേവദാസിന്റെ ഭവനത്തിലായിരിക്കുന്നു. ദൈവം അങ്ങനെ ഒരു വഴിവാതിൽ എനിക്കായി തുറന്നു തന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും എന്നെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കണമേ. ഇന്റേൺഷിപ്പിന് ശേഷം എങ്ങനെയാണ് കാര്യങ്ങൾ മുമ്പോട്ടെന്ന് അറിയത്തില്ല. തുടർന്നും എല്ലാവരും എന്നോട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ മീറ്റിംഗ് എനിക്ക് എപ്പോഴും ഒരു അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ലിൻഡ ആന്റി തോമസ് അങ്ങൾ എല്ലാവരും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അവരോരോ എൻ്റെ ഒരു അപ്പൻ്റെ അമ്മേന്റെ സ്ഥാനത്താണ് എന്നെ എപ്പോഴും നോക്കുന്നത്, കരുതുന്നത്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല, ഈ മീറ്റിംഗ് എനിക്കൊരു കുടുംബം പോലെയാണ്. എപ്പോഴും ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ, ആശ്വസിക്കുവാനൊക്കെ ദൈവം എന്നെ ഫലപ്പെടുത്തി. മീറ്റിങ്ങിന് ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്നെ പോലെ അനേകർക്ക് ആശ്വാസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മാർത്ഥമായിട്ട്. ഈ മാറാത്ത ദൈവത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ദൈവം ധാരാളം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു പൂജ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ പലതുണ്ട്. പ്രത്യേകിച്ച് പൂജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹോസ്പിറ്റലിൽ ചില ദിവസങ്ങളായിരുന്നു. ആശ്വാസത്തോടെ ഭവനത്തിലെ പാസ്റ്റർ ബ്ലസൻ സാമിന്റെ ഭവനത്തിലാണിപ്പോൾ. അവിടെ കർത്തൃദാസനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുക.
ഞങ്ങളെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുക. എൻ്റെ ഭാര്യ ഇവിടെ ഈ മുഖം മറച്ച് വല്ലാതെ മറച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ ഒരു പല്ലെടുക്കാൻ പോയിട്ട് പല്ലിങ്ങോട്ട് വന്നില്ല. അവസാനം ഓറൽ സർജൻ്റെ അടുത്ത് പോയി 10 മിനിറ്റ് കാര്യത്തിന് പോയത് 2-3 മണിക്കൂർ സമയം ചെലവഴിച്ച് വരേണ്ടി വന്നു. അല്പ ദിവസങ്ങൾ മറ്റ് പലവിധമായ പ്രയാസങ്ങളിൽ ഞങ്ങൾ കുടുംബമായി കടന്നു പോകുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. മറ്റ് പ്രാർത്ഥനാ വിഷയങ്ങൾ ഉള്ളത് പ്രസാദനായി, വത്സയ്ക്കായി പ്രാർത്ഥിക്കുക. ചിനുവിന് വേണ്ടി തുടർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ചിനുവുമായി സംസാരിച്ചു. ടെസ്റ്റുകളൊക്കെ പോസിറ്റീവായി നെഗറ്റീവായിട്ടാണ് കാണുന്നത്. ഡോക്ടർമാർക്ക് തന്നെ വളരെ അതിശയമായി ഡോക്ടർമാർ പറയുന്നത് ദൈവത്തിൻ്റെ കരമല്ലാതെ വേറെ ഒന്നുമല്ല എന്ന് ആണ് പറയുന്നത്. കാരണം ആ സെയിം ടൈമിൽ ഡയഗ്നോസ് ചെയ്തവരൊക്കെ ഈ ലോകം വിട്ട് പോയി. ഇപ്പോൾ 1 വർഷമായി. പാൻക്രിയാറ്റിക് ക്യാൻസർ സ്റ്റേജ് 4 ആയിരുന്ന ആള് ഈ ലോകത്ത് ഇന്ന് ആരോഗ്യത്തോടെ ബലത്തോടുകൂടെ ജീവിച്ചിരിക്കുന്നു. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവത്തെ നമ്മൾക്ക് സ്തോത്രം ചെയ്യാം. അതുപോലെ ക്യാൻസർ, മറ്റ് ആസ്മാറ്റിക് അസുഖങ്ങൾ, അങ്ങനെ പല വിധമായ അസുഖങ്ങളുമായി കടന്നു പോകുന്ന പലരുണ്ട്. അവരെയൊക്കെ ഓർത്ത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇവിടെ സമ്മർ വെക്കേഷൻ ആയി. സമ്മർ വെക്കേഷൻ്റെ സമയത്ത് ഇന്റേൺഷിപ്പിന് വേണ്ടി നോക്കുന്നവരുണ്ട്. അതുപോലെ ഗ്രാജുവേറ്റ് ചെയ്തവർ ജോലിക്ക് വേണ്ടി നോക്കുന്നവരുണ്ട്. ഹൈസ്കൂളിൽ ഗ്രാജുവേറ്റ് ചെയ്തവർ കോളേജ് തുടങ്ങുവാനായി പോകുന്നു. ഇവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മളുടെ കുഞ്ഞുങ്ങൾ പോകേണ്ടുന്ന വഴികളിൽ കൂടെ കടന്നു പോകുവാൻ തക്കവണ്ണം ദൈവം വഴിയൊരുക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ വിവാഹപ്രായം എത്തി നിൽക്കുന്ന നമ്മളുടെ കുഞ്ഞുങ്ങൾ, വിവാഹം കഴിഞ്ഞിട്ട് കുടുംബജീവിതത്തിൽ പ്രയാസങ്ങളിലായിരിക്കുന്നവര്, ഹോസ്പിറ്റലിലായിരിക്കുന്നവരുണ്ട്, യാത്ര ചെയ്യുന്നവരുണ്ട്. ഇവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. ജോലി ആവശ്യമുള്ളവരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. വാർദ്ധക്യത്തിലായിരിക്കുന്നവരുണ്ട്, ശരീരത്തിന് ബലം കൊടുത്ത് നിലനിർത്തുവാൻ വാർദ്ധക്യത്തിലും ഏകരായി പാർക്കുന്നവരെ കർത്താവ് കാക്കുവാൻ നമ്മൾക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള വചന ശുശ്രൂഷയെ ഓർത്ത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഇന്ത്യ മഹാരാജ്യത്തെയും അതുപോലെ ഇസ്രയേലിനെയും മിഡിൽ ഈസ്റ്റിനെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കുക. മാത്യു ബ്രദർ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ഇപ്പോൾ ചുരുക്കമായി പ്രാർത്ഥിച്ച് നമ്മളെ സഹായിക്കും. സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവേശുവോട് ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ നിനക്ക് പിന്നെയും സ്തോത്രം ചെയ്യുന്നു. ഒരാഴ്ച വട്ടക്കാലത്തിന് ശേഷം അവിടുത്തെ തിരുസന്നിധാനം ചേർന്ന് വരുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ പിന്നെ ഈ അവസരം ഒരുക്കി തന്ന കൃപയോട് സ്തോത്രം ചെയ്ത് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ദൈവമേ, നീ ആകാശത്തിന്റെ മീതെ ഉയർന്നിരിക്കണമേ. നിന്റെ മഹത്വം സർവ്വഭൂമിയിലും പരക്കട്ടെ. കർത്താവേ, ഇന്ന് സന്ധ്യാസമയം അങ്ങയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ തിരുസന്നിധാനത്തിൽ ഇരിപ്പാൻ അവിടുന്ന് അടിയങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിവിധങ്ങളായ വിഷയങ്ങൾ ഐക്യമത്യത്തോടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അവിടുത്തെ ഉന്നതമായ സിംഹാസനത്തിൽ അവിടുത്തെ ശ്രദ്ധ വെച്ച് കേൾക്കുന്നതിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുന്നു. ആദ്യമായി ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്, വിവിധങ്ങളായ രോഗത്താൽ ഭാരപ്പെടുന്നവരെല്ലാവരും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ക്യാൻസർ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും കർത്താവെ, പലർക്ക് ടെസ്റ്റ് ചെയ്ത് പലതൊക്കെ നെഗറ്റീവായിട്ട് എന്ന് ഞങ്ങൾ കേട്ടു. എങ്കിലും വിടുവിക്കുന്ന ഒരു കർത്താവ്, സൗഖ്യമാക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുള്ളതിനായിട്ട് സ്തോത്രം. മാനുഷികമായ ശുശ്രൂഷയിലും മരുന്നിലും മാത്രം ആശ്രയിക്കാതെ കർത്താവിൽ പൂർണ്ണ ആശ്രയം വെച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം വായിച്ച് സൗഖ്യമാക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുള്ളതിനായിട്ട് സ്തോത്രം ചെയ്യാൻ ഞങ്ങൾ അങ്ങനെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവ് നന്ദിയോടെ പകർച്ചവ്യാധികളെ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിധങ്ങളായ പകർച്ചപ്പനിയാൽ അനേകർ ഭാരപ്പെടുന്നു, പ്രയാസപ്പെടുന്നു. കർത്താവെ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങള്, പ്രായമായവരൊക്കെയും കഷ്ടപ്പെടുന്നു. അവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. ദേശത്ത് സൗഖ്യം, ദേശത്ത് കർത്താവെ കൽപ്പിച്ചയക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം ചെയ്ത് ഞങ്ങൾ അങ്ങനെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ യൗവനക്കാർ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, മാതാപിതാക്കള്, മക്കള്, ദൈവസന്നിധിയിൽ ദൈവത്തിന് സ്തോത്രം.
സന്തോഷത്തോടെ സമാധാനത്തോടെ ക്രിസ്തുവേശുവിൽ ഐക്യമെത്തപ്പെട്ട് നാൾതോറും ക്രിസ്തുവിന്റെ തലയോളം വളർന്ന് അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ അവിടുന്ന് ഇടയാകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനം പഠിച്ചും ധ്യാനിച്ചും അങ്ങേ ആരാധിച്ചും മഹത്വപ്പെടുത്തിയും കർത്താവേ ദൈവത്തിന് സ്തോത്രം, അതേ ക്രിസ്തുവിന്റെ തലയോളം വളർന്ന് ദൈവനാമം അവർ മുഖാന്തരം പിന്നെ മഹത്വപ്പെടുവാൻ അവിടുന്ന് ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യൗവനക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവർ ജീവിത സന്ധാരണ മാർഗം അവിടുന്ന് ഒരുക്കണമേ. ഞങ്ങളുടെ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്നുള്ള ഏകാഗ്ര ഹൃദയം, ദൈവിക സൽബുദ്ധി അവർക്ക് കൊടുത്ത് കർത്താവ് പഠിക്കുന്ന സ്കൂളിലും കോളേജിലും ദൈവമക്കളായി അറിയപ്പെടുവാൻ അവിടുന്ന് ഇടയാകുമാറാണമേ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. നല്ല പ്രായത്തിൽ വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിച്ച് കർത്താവെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ കർത്താവെ അവർക്കൊക്കെ ഇടയാകണമേ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ മാതാപിതാക്കളെ ദൈവമേ അവരെ അതേ ലൈനിൽ തന്നെ വളർത്തിക്കൊണ്ടുവരുവാനുള്ള പ്രത്യേകമായ അഭിഷേകം കർത്താവെ അവർക്ക് കൊടുക്കണേ, അവർക്ക് ഉണ്ടാകണമേ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. തിരുനാമം മഹത്വപ്പെടാൻ യാത്രയിലായിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നവർ യാത്ര ശുഭകരമായിരിക്കാൻ കർത്താവ് സഹായിക്കണമേ. തിരുനാമം മഹത്വപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ദൈവത്തിന് സ്തോത്രം. ദൈവമേ അതുപോലെ തന്നെ പുതുതായി സ്കൂളിലും കോളേജിലും മറ്റും ചേരുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് എത്രയും വേഗം അത് സഫലമായി തീരുവാൻ അവിടുന്ന് ഇടയാകണമേ കർത്താവെ. നന്ദിയോടെ സ്തോത്രം ചെയ്ത് നിങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. തിരുനാമം മഹത്വപ്പെട്ട് വിവാഹപ്രായം എത്തിയവർക്ക് തക്ക സമയത്ത് നല്ല വിവാഹം അവിടുന്ന് ഒരുക്കുമാറാകണമേ, ഒരുക്കണമേ കർത്താവെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് നിങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. തിരുനാമം മഹത്വപ്പെട്ട് ഞങ്ങൾ പാർക്കുന്ന ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പാർക്കുന്ന ദേശത്തിന് സമാധാനം ഉണ്ടെങ്കിലേ, ഞങ്ങളുടെ പാർക്കുന്ന ദേശത്തിന് നന്മയുണ്ടെങ്കിലേ കർത്താവെ ഞങ്ങൾക്ക് ഇവിടെ സമാധാനമായി നന്മയായി ജീവിക്കാൻ കഴിയുള്ളൂ. ഞങ്ങളുടെ തലമുറകൾ, ഞങ്ങളുടെ കൊച്ചുമക്കളും ഒക്കെ ഇവിടെ ജനിച്ച് ഇവിടുത്തെ പൗരന്മാരായി ഇവിടെ ജീവിക്കേണ്ടവരാണ് കർത്താവെ. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ നൂറ്റാണ്ടിലെ പോലെ ഈ രാജ്യം കർത്താവിലെ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് മടങ്ങി വന്ന് കർത്താവിന്റെ നാമം ദേശമെങ്ങും മഹത്വപ്പെടുവാൻ അവിടുന്ന് ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്ന സ്കൂളുകളിലും കോളേജിലും മറ്റും ഒരു ഉണർവിന്റെ ആത്മാവിനെ കർത്താവ് വായിക്കണമേ. ദൈവത്തിന് സ്തോത്രം. യൗവനക്കാരിലും കർത്താവിന്റെ നാമ മഹത്വത്തിന് എഴുന്നേൽക്കണം. ഞങ്ങളുടെ മക്കളെ കർത്താവിന് വിളിക്കണമേ. അവരെ അതിനു വേണ്ടി കർത്താവെ ഉപയോഗിക്കണമേ ഞങ്ങളെ കൂടെ പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ വിട്ടുപോകുന്ന ഇന്ത്യ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ നോർത്ത് ഇന്ത്യ, ഛത്തീസ്ഗഡിനെ, മധ്യപ്രദേശത്തെ 22 സ്റ്റേറ്റുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി ശുഭകരമായ വാർത്തകൾ ഞങ്ങൾ പലയിടത്തു നിന്നും കേൾക്കുന്നുണ്ടെങ്കിലും പലയിടത്തു നിന്നും കർത്താവെ പലപ്പോഴും അശുഭകരമായ വാർത്തകൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ഞങ്ങൾ അവരോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ നാമം അവിടെ മഹത്വപ്പെടണം. സുവിശേഷം അവിടെ വ്യാപിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവരാജ്യം അവിടെ വളരണം, അവിടെ പണിയണം. അങ്ങയുടെ നാമത്തിന് സ്തോത്രം. ഇന്ത്യ ഒരു ക്രിസ്തീയ രാജ്യമായി കാണുവാൻ ഞങ്ങളുടെ ജീവിതകാലത്ത് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം ഞങ്ങൾക്ക് കാണുവാനും കേൾക്കുവാനും അറിയുവാനും കർത്താവെ അവിടുന്ന് മുഖാന്തരം ഒരുങ്ങണമേ എന്ന് ഞങ്ങളെ കൂടെ പ്രാർത്ഥിക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ഞങ്ങളൊക്കെ മഹത്വപ്പെടുത്തുന്നു. കാണ്ടായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭൂലോകത്തുള്ള എല്ലാ വൻകരകളെയും സകല മാനവജാതി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിധങ്ങളായ ഭാഷയിൽ സുവിശേഷം അറിയിക്കുന്നവരെ കർത്താവെ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വന്തം ദേശത്തെയും സ്വന്തം കുടുംബത്തെയും വിട്ട് അന്യരും പരദേശികളുമായി കർത്താവിന്റെ വേലയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രവർത്തിയിലെ പൂർണ്ണ പ്രതിഫലം കാണുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭാഷയുടെ മേൽ അവിടുന്ന് അധികാരം എടുത്തുകൊള്ളണം. നന്ദിയോടെ സ്തോത്രം ചെയ്ത് നിങ്ങളൊക്കെ മഹത്വപ്പെടുന്ന കർത്താവെ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്ത് നിങ്ങൾ പ്രത്യേകിച്ച് കർത്താവെ സ്തോത്രം. ഇസ്രായേലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പൂർണ്ണ സമാധാനം, ഇസ്രായേലിന്റെ സമാധാനത്തിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലെ നിന്റെ കൊത്തങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സൗര്യവും ഉണ്ടാകുമാറാകട്ടെ. നിനക്കെതിരായി വരുന്ന യാതൊരു ആയുധങ്ങളും വലിക്കാതെ പോകട്ടെ. ദൈവമേ ഞങ്ങൾ പ്രത്യേകിച്ച് ഇറാനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിനെ അമേരിക്ക ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ ദേശത്തെ വഷളായിരിക്കുന്ന അവസ്ഥയ്ക്ക് പൂർണ്ണമായ ഒരു വിടുതൽ, കർത്താവ് ഒരു സമാധാനം ആ ദേശത്ത് നിന്നുണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം ചെയ്ത് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങൾ വെനീസിലെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം അതിഭീകരമായ ഭൂകമ്പത്താല് അനേകരും മരണപ്പെട്ടു. അനേകരും മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവര്, പരസ്പരം ബന്ധുക്കൾ, ചർച്ചക്കാർ നഷ്ടപ്പെട്ടവര്, സകലം നഷ്ടപ്പെട്ടവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ പ്രാർത്ഥിപ്പാനല്ലാതെ ഞങ്ങൾക്കൊന്നും കഴിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അവരുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് ഞങ്ങളൊക്കെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, പൂജാമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു സാക്ഷി ഞങ്ങളെ കേട്ടല്ലോ.
തുടർന്നുള്ള ഭാവി ജീവിതത്തെ കർത്താവ് ധന്യമായി അനുഗ്രഹിക്കണം. ഇപ്പോഴായിരിക്കുന്ന കുടുംബത്തെ പ്രാർത്ഥിക്കുന്നു. കർത്താവിന് ദാസനെയും ദാസിയോർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് തിരുനാമം മുഖാന്തരം പിന്നെയും മഹത്വപ്പെടണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം. ലിന്റെ സഹോദരിയോർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ ശരീരമായ ക്ഷീണമുണ്ട്, പല്ലിന് വേദനയുണ്ട്, ഒക്കെ അറിയുന്നില്ല. കർത്താവ് പൂർണ്ണപ്പെടുത്തുന്ന സൗഖ്യവും ആശ്വാസവും കൽപ്പിച്ചേക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നെങ്കിൽ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് വചനം സംസാരിക്കുന്ന കർത്താവിന്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന വചനം നിന്റെ അഭിഷേകത്തിലും കൂടെ കേൾക്കുമ്പോൾ അത് മനുഷ്യ ശബ്ദമല്ല ദൈവശബ്ദമായി സ്വീകരിപ്പാൻ ദൈവമേ ഞങ്ങളെ ഹൃദയങ്ങളെ ഒരുക്കണമേ നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഏകാഗ്ര ഒരു ഹൃദയം തന്നെ ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മക്കളെയും കൊച്ചുമക്കളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തിരുനാമം ഇന്ന് മഹത്വപ്പെടണം. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയമാക്കി തീർക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. താങ്ക് യു മാത്യു ബ്രദറെ. ആമേൻ. സ്തോത്രം. ലൈനിലായിരിക്കുന്ന എല്ലാവരെയും ദൈവനാമത്തില് സ്വാഗതം ചെയ്യുന്നു. നമ്മൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കിയ ഈ വലിയ അവസരത്തിനായി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ പലയിടങ്ങളിൽ ആയിരിക്കുന്നു. എങ്കിലും ദൈവം നമ്മൾക്ക് എല്ലാവർക്കും സമീപസ്ഥനാണെന്ന് ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിലാണ് നാം ഇരിക്കുന്നത് എന്ന് ഓർത്തുകൊണ്ട് നമ്മൾക്ക് ആയിരിക്കാം. വീഡിയോ ഓൺ ചെയ്യാൻ സാഹചര്യങ്ങൾ അനുവദിക്കുന്നവർ വീഡിയോ ഓൺ ചെയ്താൽ നന്നായിരിക്കും. കർത്തദാസന്മാര്, രാജേഷ് പാസ്റ്റർ, പ്ലസന്റ് സാം പാസ്റ്റർ, ഇവരെല്ലാം ദൈവനാമത്തില് വന്ദനം ചൊല്ലുന്നു. നമ്മൾക്ക് അല്പസമയം വചനധ്യാനത്തിനായി വേർതിരിക്കാൻ കർത്താവിന്റെ ദാസൻ അജി ഐസക് നമ്മളോടുകൂടെ വചനം സംസാരിക്കുവാനായി കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ എനിക്ക് പരിചയമില്ല. എന്നാൽ നമ്മളുടെ ലൗകികമായിട്ടുള്ള പരിചയങ്ങൾക്കപ്പുറമായി ആത്മാവിൽ നമ്മളെല്ലാവരും ബന്ധപ്പെട്ടവരാകയാൽ കർത്താവിന്റെ നാമത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. തന്നെ പരിചയപ്പെടുത്തുകയും തന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മളോട് അറിയിക്കുകയും ചെയ്യും. അടുത്ത ഒരു 50 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയുള്ള സമയം കർത്താവിന്റെ ദാസൻ നമ്മളോട് വചനത്തിൽ നിന്ന് സംസാരിക്കും. നമ്മൾക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് ആയിരിക്കാം. പാസ്റ്റർ അജി ഐസക്. എന്റെ ശബ്ദം കേൾക്കാൻ പറ്റുമല്ലോ? ഓക്കെ. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. വളരെ അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ഒരുക്കുന്ന ഈ ആത്മീക കൂട്ടായ്മയും നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ദൈവം ഒരുക്കുന്ന അവസരങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ മീറ്റിംഗ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിന് ഏറ്റവും ശ്രേഷ്ഠനായ തോമസ് മത്തായി അങ്കിൾ, അതുപോലെ കർത്താവിന്റെ ദാസി പ്രിയ ലിൻഡ മത്തായി ആന്റി, അതുപോലെ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന പാസ്റ്റർ രാജേഷ് അവരുടെ, ബ്ലസന്റ് സാം, മറ്റെല്ലാ ദൈവദാസന്മാർക്കും എല്ലാ സഹോദരങ്ങൾക്കും ക്രിസ്തീശുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. വളരെ അഭിമാനത്തോടുകൂടെ വീണ്ടും ഈ ഒരു കൂട്ടായ്മയിൽ സംബന്ധിപ്പാനും ദൈവം ഒരുക്കിയ അവസരങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ക്രമീകൃതമായി വളരെ ആത്മനിറവിൽ നടത്തപ്പെടുന്ന ഈ മീറ്റിംഗിൽ ആത്മീയ ആരാധനകൾക്ക് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ കർത്തദാസനും പ്രിയപ്പെട്ടവർക്കും വന്ദനം ചൊല്ലുന്നു. കർത്താവ് പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ദൈവവചനത്തിനും വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഈ കൂട്ടായ്മയിൽ കർത്താവിന്റെ വചനത്തെ ഉയർത്തുവാൻ ദൈവം നൽകുന്ന എല്ലാ അവസരങ്ങൾക്കും ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. ഒറ്റ വാക്കിൽ എന്നെ പരിചയപ്പെടുത്തി തിരുവഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിപ്പാൻ കർത്താവിന് ശരണപ്പെടുന്നു. എൻ്റെ പേര് പാസ്റ്റർ അജി ഐസക് എന്നാണ്. കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിൽ അടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഞാൻ പാർക്കുന്നത്. ഞാനും വൈഫും 2 കുഞ്ഞുങ്ങളുമായി ഇന്ത്യ പെന്തക്കോസ്ത് സഭയുടെ ഒരു ശുശ്രൂഷകനായി അവിടെ പാർത്ത് കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്യുന്നു. അടൂരിനടുത്ത് കടമ്പനാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു കൊച്ചു ഗ്രാമപ്രദേശമാണ്. ആ സ്ഥലത്ത് കർത്താവിന്റെ നാമത്തെ വഹിക്കുന്നു. വൈഫിന്റെ പേര് ബീജ എന്നാണ്.
2 മക്കൾ. മൂത്ത മകള് അസിൻ കെ അജി, അവള് +2 പരീക്ഷ കഴിഞ്ഞ് ഇനി BSc നഴ്സിംഗിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയാകിയാൽ നിങ്ങളോടും പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതുപോലെ മകൻ ആരോൺ കെ അജി, അവൻ 9th പഠിക്കുന്നു. വളരെ സന്തോഷകരമായി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഞങ്ങൾ മുന്നോട്ട് കടന്നു പോകുന്നു. കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ലഭിക്കുന്ന ഓരോ അവസരങ്ങളും വളരെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കുന്നു. ഇവിടെ സുവിശേഷ യോഗങ്ങൾ, പരസ്യ യോഗങ്ങൾ, അതുപോലെ സുവിശേഷ പ്രവർത്തനങ്ങൾ ഒക്കെ വളരെ അനുഗ്രഹമായി നടക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. തുടർന്ന് നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഇന്ന് ഈ സമയത്ത് ദൈവവചന ചിന്തയ്ക്കായി ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതിനായി യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യമാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് എന്ന് എനിക്ക് ഒരു ഉറപ്പിനായിട്ട് ആ വാക്യം ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. താങ്ക് യു. ഏറെക്കുറെ മിക്കവാറും എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, എന്നാൽ പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ കർത്താവേ, വളരെ മനോഹരമായി നല്ല സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് വളരെ ഹൃദ്യമായി ഞങ്ങളോട് സംസാരിക്കണം. ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ കർത്താവേ. എല്ലാ തടസ്സങ്ങളെയും ദൈവം മാറ്റണം, ദൈവം അത്ഭുതം ചെയ്യണം. എല്ലാ മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. വായിക്കപ്പെട്ട വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ആ വാക്യം എന്ന് പറയാം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുകയും പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. വാസ്തവത്തിൽ ഈ വാക്യം ആവർത്തിച്ച് പറയുമ്പോൾ തന്നെ ഒരു വലിയ ആത്മീയ സന്തോഷം, ഒരു ആത്മീയ ഊർജം ആ വാക്യത്തിൽ നമുക്ക് ലഭിക്കും. അവിടെ പറയുന്നു, നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങണം, എന്നാൽ പിശാചിനോട് എതിർത്തു നിൽക്കും. ഈ ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കൈമാറുന്നത് യാക്കോബാണ്. യാക്കോബിന്റെ ലേഖനം വളരെ അനുഗ്രഹീതമായ ഒരു ലേഖനം. വാസ്തവത്തിൽ പൗലോസിന്റെ ലേഖനങ്ങളുടെ പിന്തുടർച്ചയും അതിൻ്റെ ഒരു പൂർത്തീകരണം, ഒരു അനുബന്ധ പൂർത്തീകരണമെന്ന് ഈ ലേഖനത്തെ വിശേഷിപ്പിക്കാം. കാരണം പൗലോസിന്റെ ലേഖനത്തിൽ വിശ്വാസത്താലുള്ള നീതീകരണം, അതാണ് റോമാ ലേഖനത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായ പ്രമേയം. വിശ്വാസത്താലുള്ള നീതീകരണം പൗലോസ് സമർത്ഥിക്കുമ്പോൾ യാക്കോബ് പറയുന്നു, വിശ്വാസം മാത്രമല്ല പ്രവൃത്തിയാലുള്ള നീതീകരണം എന്ന് യാക്കോബ് വ്യക്തമാക്കുന്നു. അപ്പോൾ വിശ്വാസമില്ലാത്ത പ്രവൃത്തിയും പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാണെന്ന് യാക്കോബ് തന്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ, വിശ്വാസത്തിലുള്ള നീതീകരണത്തിന് അനുബന്ധമായ ഒരു പ്രവൃത്തി കൂടി ആവശ്യമാണ്. ആ പ്രവൃത്തിയെക്കുറിച്ചാണ് യാക്കോബ് തന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, അബ്രഹാം വിശ്വസിച്ചു, ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അങ്ങനെ ആ വിശ്വാസത്തിൽ അബ്രഹാം സകലതും വിട്ട് പുറപ്പെട്ടു. അതാണ് ആ പ്രവൃത്തി. താൻ അവിടെ പുറപ്പെട്ടില്ല, വിശ്വസിക്കുക മാത്രം ചെയ്ത് താൻ അവിടെ ആയിരുന്നെങ്കിൽ, അവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ, ഒരു ആമേൻ വചനം പറയുന്നത് പോലെ ഒരു വിടുതൽ, ഒരു നീതീകരണം തനിക്ക് അനുഭവിക്കുവാൻ കഴിയില്ല. പക്ഷെ താൻ അവിടെ നിന്ന് പുറപ്പെട്ടു. ആ പ്രവൃത്തിയാണ് സ്തോത്രം തന്നെ അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം അതുകൊണ്ടാണ് പൗലോസ് യാക്കോബ് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ്, വിശ്വാസമില്ലാത്ത പ്രവൃത്തിയും പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാണ്. അപ്പോൾ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രവൃത്തി, ആ പ്രവൃത്തിയാലുള്ള നീതീകരണത്തെ കുറിച്ചാണ് യാക്കോബ് രേഖപ്പെടുത്തുന്നത്. പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ മിക്കവാറും പുറംജാതികളോട് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ ലേഖനങ്ങളുടെ ഇടപെടൽ. എന്നാൽ യാക്കോബ് ഇസ്രായേലിനോട്, പ്രത്യേകിച്ച് യഹൂദന്മാരോട് ഇടപെടുകയാണ്. എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ
ഒരു പാലമായി വർത്തിക്കുന്ന ആളാണ് പത്രോസ്. യോഹന്നാൻ ക്രിസ്തുയേശുവിന്റെ രക്ഷയുടെ സാർവലൗകികതയാണ് യോഹന്നാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ യാക്കോബിന്റെ ലേഖനത്തിൽ വളരെ സവിശേഷതകളായ ചിന്തകൾ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. അതിലെ ഒന്നാമത്തെ വാക്യം തന്നെ, 1-2 വാക്യങ്ങൾ തന്നെ ഒത്തിരി എന്നെ ആകർഷിച്ച വാക്യം. അവിടെ യാക്കോബ് തന്നെ പരിചയപ്പെടുത്തുന്നത് ഞാൻ കർത്താവിൻ്റെയും ക്രിസ്തുവിൻ്റെയും ദാസൻ എന്നാണ്. വാസ്തവത്തിൽ ഈ യാക്കോബ് യേശുവിൻ്റെ സഹോദരന്മാരിൽ ഒരാളാണ്. ആമേൻ. യാക്കോബിനെ പറയാൻ ഞാൻ യേശുവിന്റെ ഇളയ സഹോദരൻ എന്ന് പറഞ്ഞ് തനിക്ക് പരിചയപ്പെടുത്താം, അല്ലെങ്കിൽ യേശുവിന്റെ ബന്ധം പറഞ്ഞ് ഈ ലേഖനത്തിൽ താൻ എഴുതി തുടങ്ങാം. പക്ഷെ യാക്കോബ് ആഗ്രഹിക്കുന്നത് ഈ ബന്ധങ്ങളെക്കാൾ അപ്പുറത്ത് യാക്കോബ് ആഗ്രഹിക്കുന്നത് എനിക്കറിയാൻ ഇഷ്ടം ഞാൻ ക്രിസ്തുവിന്റെ ദാസൻ എന്നറിയാൻ. എനിക്കിഷ്ടം ഞാൻ കർത്താവിന്റെ ദാസൻ എന്ന് പറയാൻ. ഗലാത്യ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, ആമേൻ, മനുഷ്യനെ അല്ല നിങ്ങൾ പ്രസാദിപ്പിക്കേണ്ടത്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ അത് ദാസന് മാത്രമേ കഴിയൂ എന്നൊരു ഭയങ്കര സ്റ്റേറ്റ്മെന്റ് അതിനകത്ത്. അപ്പൊ നിത്യതയോളം തുടരുന്ന നമ്മുടെ ആത്മിക ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടുള്ളൊരു യാത്രയിൽ നമുക്ക് അനിവാര്യത ക്രിസ്തുവിന്റെ ദാസൻ, കർത്താവിന്റെ ദാസൻ എന്ന് പറയപ്പെടുവാൻ കഴിയുന്ന ആ ഒരു വലിയ യോഗ്യത. ഇവിടെ യാക്കോബിന് വളരെ അഭിമാനത്തോടെ അത് പറയാൻ സാധിക്കും, ഞാൻ കർത്താവിന്റെ ദാസനാണ്. അപ്പൊ തന്റെ വാക്കുകളും പ്രവൃത്തികളുമെല്ലാം ഈ ലേഖനത്തിന് വളരെ അനുയോജ്യമായ വിധത്തിലാണ് യാക്കോബ് സംസാരിക്കുന്നത്. ആമേൻ. അതിന്റെ 4:7 വന്നപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങണം, എന്നിട്ട് നിങ്ങൾ പിശാചിനോട് എതിർത്ത് നിൽക്കും, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇവിടെ ഈ വാക്യത്തിൽ എതിർത്തു നിൽക്കുക, കീഴടങ്ങുക, ഈ വാക്കുകളൊക്കെ സംബന്ധിച്ച് പറയുമ്പോൾ അതൊരു യുദ്ധവാക്കാണ്. കീഴടങ്ങണം, എതിർത്തു നിൽക്കണം. പ്രിയരെ, കീഴടങ്ങേണ്ടത് ദൈവത്തിന്റെ മുൻപിലാണ്, എന്നാൽ എതിർത്തു നിൽക്കേണ്ടത് പിശാചിനോട്. പലപ്പോഴും നമ്മൾ കീഴടങ്ങുന്നത് പിശാചിനാണ്, എന്നിട്ട് ദൈവത്തോടാണ് നമ്മൾ എതിർക്കുന്നത്, ദൈവത്തോടാണ് നമ്മൾ പെറുപെറുക്കുന്നത്, ദൈവത്തോടാണ് നമ്മൾ മത്സരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, അങ്ങനെ അരുത്. ഒരു തിരുത്തൽ നമുക്ക് ആവശ്യമാണ്, ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യം. ദൈവത്തോട് പെറുപെറുക്കാതെ ദൈവത്തിന് നമ്മൾ കീഴടങ്ങണം. ദൈവത്തിന്റെ മുൻപിൽ നമ്മൾ കീഴടങ്ങുക എന്ന് പറയുന്നത് അതൊരു പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കലല്ല. സ്വന്തം ദൈവത്തിന് മുൻപിൽ കീഴടങ്ങുന്നത് തോൽവി സമ്മതിക്കുന്നതുമല്ല, മറിച്ച് ദൈവത്തിന് കീഴടങ്ങുന്നത് പിശാചിനോട് എതിർക്കാനുള്ള ശക്തിയെ ആർജിക്കാനാണ്. ദൈവത്തിന് കീഴടങ്ങുമ്പോൾ അവൻ ദൈവത്തിന്റെ മുൻപിൽ കീഴടങ്ങിയ നമ്മെ ദൈവം തകർത്തു തരിപ്പണമാക്കി, പരസ്യ കോലമാക്കി, പരാജിതനാക്കി തകർത്തു കളയുകയല്ല, മറിച്ച് ദൈവം നമ്മെ ശക്തീകരിച്ച് എഴുന്നേൽപ്പിക്കും. ആരോട് എതിർത്തു നിൽക്കണമോ, ആത്മീക ജീവിതത്തിന്റെ മൂല്യങ്ങളുള്ള കെട്ടുപണി എങ്ങനെ നടത്തണമോ അതിനാവശ്യമായ ഒരു ആത്മീക കരുത്ത് നമ്മുടെ മേൽ കർത്താവ് പകരും. എന്നെ വളരെ പ്രാർത്ഥനയോട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, ആമേൻ, അസ്ഥി താഴ്വരയുടെ നടുവിൽ ഉണങ്ങിയ അസ്ഥികളായി ബന്ധമില്ലാതെ ചിതറിക്കിടന്ന അസ്ഥികൾക്ക് ഞരമ്പും മാംസവും പൊതിഞ്ഞ് അവയെ ജീവനുള്ള സൈന്യമാക്കി എഴുന്നേൽപ്പിക്കാൻ അവയുടെ നടുവിൽ വ്യാപരിച്ചൊരു ശക്തിയുണ്ട്. ബലഹീനരായ നമ്മൾ ദൈവസന്നിധിയിലേക്ക് വിധേയപ്പെടുമ്പോൾ നമ്മെ ശക്തീകരിച്ച് അവൻ എഴുന്നേൽപ്പിക്കും. എന്തിനെന്നറിയാമോ? പിശാചിനോട് എതിർത്തു നിൽക്കുക. പിശാചിനോട് എതിർത്താൽ അവൻ നിശ്ചയമായി, ഞാൻ നിങ്ങളോട് പറയട്ടെ, അവൻ ഒരു ചെറുത്തുനിൽപ്പിന് പോലും നിൽക്കാതെ അവൻ എന്നേക്കുമായി ഓടിമാറും. അങ്ങനൊരു ശക്തിയാണ് ദൈവത്തിന് വിധേയപ്പെടുമ്പോൾ, ദൈവത്തിന് കീഴടങ്ങുമ്പോൾ നമുക്ക് ലഭിക്കും. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, മനുഷ്യനോടല്ല, സഹോദരങ്ങളോടല്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമാണ് നമുക്ക് പോരാട്ടമുള്ളത്. അപ്പോൾ ആ ദുഷ്ടാത്മസേനയോട് ചെറുത്ത് അതിനെ ഓടിക്കണമെങ്കിൽ നമുക്ക് ശക്തി ആവശ്യമാണ്. അതിന് ദൈവത്തിന് കീഴടങ്ങണം. ദൈവത്തിന് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ്? വചനം ഇങ്ങനെ വായിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായി, വചനം ദൈവമായിരുന്നു.
അപ്പോൾ ആദിയിലുണ്ടായിരുന്ന വചനം ദൈവത്തോടുകൂടെ ആയിരുന്ന വചനം, ദൈവമായിരുന്ന വചനം, ദൈവമായിരുന്ന വചനം. ആ വചനം അക്ഷരങ്ങളായി നമുക്ക് ലഭിച്ചിരിക്കുമ്പോൾ, അത് നമുക്ക് അറിവ് പകർന്നിരിക്കുമ്പോൾ, പ്രിയരെ, ഈ വചനം അനുസരിക്കുന്നത് നാം ദൈവത്തിന് കീഴടങ്ങലാണ്. വചനം എന്തു പറയുന്നു, എന്താണ് വചനം പറയുന്നത്, ആ വചനത്തെ അതുപോലെ അനുസരിക്കാൻ, വിശ്വസിക്കാൻ തയ്യാറാകുമ്പോൾ, ആ വചനത്തിന് നാം വിധേയപ്പെടുമ്പോൾ ദൈവത്തിന് കീഴടങ്ങുകയാണ്. ദൈവത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കപ്പെടുകയാണ്. ദൈവത്തെ അനുസരിക്കുക. വചനമാണ് നമ്മോട് സംസാരിക്കുക. ദൈവം നമ്മോട് സംസാരിക്കുന്ന ആ ഒരു മാധ്യമം ദൈവത്തിന്റെ വചനമാകിയാൽ, ആ മീഡിയ ദൈവത്തിന്റെ വചനമാകിയാൽ, വചനം എന്ത് പറയുന്നു, വചനം എന്ത് സംസാരിക്കുന്നു, അത് അതുപോലെ അനുസരിക്കുന്നെങ്കിൽ, ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയാം, നാളെ ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്തൊരു ശക്തിയോടുകൂടെ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ, നിങ്ങളുടെ ആത്മിക ജീവിതത്തിൽ നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയും. അതുകൊണ്ട് വചനം എന്താണോ പറയുന്നത്, വചനം വായിക്കണം, വചനം പഠിക്കണം, വചനം മനസ്സിലാക്കി വചനത്തിന് മുൻപിൽ വിധേയപ്പെടണം. വളരെ തിരക്കുകളുടെ ജീവിത യാത്രയാണ് നിങ്ങളുടെ നിന്ന് ഞാൻ മനസ്സിലാക്കും. എങ്കിലും ലഭ്യമാകുന്ന സമയം ദൈവവചനത്തിന് കൂടെ പ്രാധാന്യം കൊടുക്കണം. വചനത്തെ ധ്യാനിക്കണം, വചനത്തിന്റെ സത്യങ്ങളെ ഗ്രഹിക്കണം, വചനം അറിയണം. ആ വചനം അതുപോലെ അനുസരിച്ച് വചനത്തിന് മുൻപിൽ കീഴടങ്ങുമ്പോൾ, ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കട്ടെ, നമ്മുടെ മേൽ വെളിപ്പെടുന്ന ഒരു ദൈവശക്തിയുണ്ട്. വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന കരങ്ങളൊന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. കാരണം എന്തുകൊണ്ടാണ് പിശാചിനോട് എതിർത്ത് നിൽക്കണം എന്ന് പറയാൻ കാരണം ആമേൻ, ആമേൻ, അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. അതുകൊണ്ട് അവന് നിങ്ങൾ ഇടം കൊടുക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. അതാണ് വചനം പറയുന്നത്. അവൻ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ എല്ലാം കൂടെ പറയാനുള്ള സമയമില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അവൻ വ്യാജം പറയിപ്പിക്കുന്നവനാണ്. പിശാച് നമ്മളെ കൊണ്ട് വ്യാജം പറയിപ്പിക്കുന്നവനാണ്. ഒരു വാക്യം ഞാൻ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാം വാക്യമാണ്. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങൾ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവൻ സത്യമില്ലായതുകൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ അത് സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. അപ്പൊ ഭോഷ്ക് പറയുന്നവനും അവന്റെ അപ്പനുമാകുന്നു പിശാച്. ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വാസ്തവത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് യഹൂദ സമൂഹം നിൽക്കുമ്പോൾ, കർത്താവിനെ കൊന്നുകളയാനുള്ള ആ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചു നിൽക്കുമ്പോൾ, ഇവരുടെ ഹൃദയത്തിന്റെ ഗൂഢ പദ്ധതികളെ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് അതിനോട് പ്രതികരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയാം, ദൈവജനമേ, ദൈവകൃപയിൽ ആശ്രയിക്ക്. നിങ്ങൾക്കെതിരായി നിൽക്കുന്ന ഏത് ഗൂഢ പദ്ധതികളെയും, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനെതിരായി, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിനെതിരായി, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിനെതിരായി, നിങ്ങളുടെ ഓഫീസിലോ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് മേഖലകളിൽ എവിടെ ശത്രു നിങ്ങൾക്കെതിരായി ഗൂഢപദ്ധതികൾ ഒരുക്കിയോ, ആ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു സർവശക്തന്റെ കരം ഇന്ന് രാത്രിയിലും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. അത് ആത്മാവിൽ അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവജനം മൗനമായിരിക്കുന്നത്. ഈ സന്ദേശം, ഈ ആലോചന എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു എന്ന് ഉറപ്പുള്ളവർ ശക്തമായി കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. അപ്പൊ ഇവരുടെ ഈ ഹൃദയത്തിന്റെ നിഗൂഢത, ഗൂഢ ലക്ഷ്യം കർത്താവ് അറിഞ്ഞിട്ട് അവരോട് സംസാരിക്കുന്ന വാക്കുകളാണ് പറയുന്നത്. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങൾ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. വാസ്തവത്തിൽ അബ്രഹാമിന്റെ മക്കൾ എന്ന് വീരവാദം മുഴക്കുന്ന യഹൂദന്മാർക്ക് നേരെ ശക്തമായിട്ടുള്ള കർത്താവിന്റെ വിരൽ ചൂണ്ടലാണ്. ആ വാക്യത്തിനകത്തൊരു വലിയ ഉള്ളടക്കമുണ്ട്. സത്യം സംസാരിക്കുന്നവരെ എവിടെയെങ്കിലും അബ്രഹാം കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടോ? അവർക്കെതിരായി എവിടെയെങ്കിലും അബ്രഹാം നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. അവൻ സത്യത്തിനെതിരായി നിൽക്കുന്നു, സത്യത്തെ ഇല്ലാതാക്കുന്നു. ഭോഷ്ക് പറയുന്നവൻ പിശാചാണ്, അതിന്റെ അപ്പനാണ് പിശാച്. സ്വന്തം. അപ്പൊ ഭോഷ്ക് ജനിപ്പിക്കുന്നവൻ പിശാചാണെങ്കിൽ, എന്റെ പ്രിയരെ, നമ്മെ കൊണ്ട് ഭോഷ്ക് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആരെന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
നമ്മെ കൊണ്ട് ഭോഷ്ക്ക് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആരെന്ന് ആമേൻ നാം മനസ്സിലാക്കണം. ക്രൈസ്തവോ പിശാചിന് പിശാചിനെ വഴങ്ങുന്നവരെ അവന്റെ ഇഷ്ടത്തിനായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ വളരെ വ്യക്തമായി ഞാൻ നിങ്ങളോട് ഒരു ദൈവദാസൻ എന്ന നിലയിൽ പറയാം, പിശാചിന് വഴങ്ങുന്നവരായി മാറരുത്. പിശാചിന് ഉപയോഗിക്കാനുള്ളവരല്ല നാം. പിശാചിന്റെ ഇഷ്ടമല്ല നമ്മൾ നിവർത്തിക്കപ്പെടേണ്ടത്. മറിച്ച് നാം ദൈവത്തിന്റെ മക്കളാണെന്ന ബോധ്യത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം നമ്മിൽ നടപ്പാക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിന്റെ ഹിതത്തിനായിട്ടാണ് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. സ്തോത്രം. വളരെ വ്യക്തമായി കർത്താവിനോട് സംസാരിക്കുകയാണ്. ആമേൻ. അടുത്തത്, ഈ സമയത്ത് നിങ്ങളോട് സംസാരിക്കാൻ ദൈവാത്മാവ് എന്നെ വളരെ ഇടപെട്ട 1-2 വാക്യങ്ങളുണ്ട്. അതിലൊന്ന് കള വിതയ്ക്കുന്നവനാണ് പിശാച്. കള വിതയ്ക്കുന്നവനാണ്. പ്രിയരെ, മത്തായി സുവിശേഷം 13-ാം അധ്യായം 25-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ചു പോയിക്കും. അപ്പം മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതയ്ക്കും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉറങ്ങിപ്പോയാൽ ശത്രു കള വിതയ്ക്കും. ഉറങ്ങിപ്പോയാൽ. അവൻ നമ്മുടെ ശാരീരിക ഉറക്കത്തെ കുറിച്ചല്ല പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ മീറ്റിങ്ങിനകത്ത് പലരും ഇങ്ങനെ ചെറിയ ചെറിയ ഉറക്കം തൂകുന്നവരുണ്ട്, ചെറുതായിട്ട് ഇങ്ങനെ മയങ്ങുന്നവരുണ്ട്. അങ്ങനെ ഒരു ഉറക്കത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആത്മീകമായ ഉറക്കം, ആത്മീക മയക്കം. ഈ ദൈവസഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ തന്നെ ഉറങ്ങിയവന്റെ പേരുകൂടെ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. അതെന്നെ കൗതുകത്തോടുകൂടെയാണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. ദൈവത്തിന് സ്തോത്രം. അത്ഭുതങ്ങൾ ചെയ്തവരെയും എതിരായി നിന്നവരുടെയൊക്കെ പേര് രേഖപ്പെടുത്തിയപ്പോൾ ഉറങ്ങിയവന്റെ പേരുകൂടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ പ്രവൃത്തിയുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, മീറ്റിങ്ങിനകത്തിരുന്നൊരു പുള്ളി മുകളിലത്തെ നിലയിലിരുന്ന് ഉറങ്ങിപ്പോയി. പേര് യൂത്തിക്കോസ് എന്നാണ്. അപ്പം ഉറങ്ങിയവന്റെ പേരും ഉറങ്ങിയവന്റെ ചരിത്രവും കൂടി പുസ്തകത്തിലുണ്ട്. ഓക്കെ, ഞാൻ മടങ്ങി വരുന്നു. പ്രിയരെ, അപ്പോൾ ഇവിടെ ഉറങ്ങുക എന്ന് പറയുന്നത് ക്രിസ്തുവിൽ നിന്ന് അകന്ന, ദൈവമായിട്ടുള്ള ബന്ധത്തിന് അകലം വന്ന ഒരു മയക്കമാണ്. നിങ്ങൾക്കറിയാമോ, കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തിൽ സഭയുടെ ലക്ഷണം എന്ന് പറയുന്നത് ആത്മീക മയക്കമാണ്. അധികാരത്തിൽ ഞാൻ സകല ജഡത്തിന്റെ മേലും ഞാൻ ഉണർവിനെ പകരും, അത് പൊതുവായിട്ടാണ്. പക്ഷേ സഭയുടെ അവസ്ഥ ആത്മീക ഉറക്കമാണ്. എഫേസ്യ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിക്കും. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന്. ഞാൻ ചോദിക്കട്ടെ, മരിച്ചവർക്കിടയിൽ നമ്മൾ ആരും പോയി ഉറങ്ങാറില്ല. മരിച്ചവരെ അവരുടെ ഫ്യൂണറൽ സർവീസ് നടക്കുമ്പോൾ ചെന്ന് കണ്ട് അന്നേരം നമ്മൾ ഒരു അനുശോചനമൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ കണ്ട് വേഗത്തിൽ മടങ്ങും. മരിച്ചവർക്കിടയിൽ ആരും ഉറങ്ങാറില്ല. ആരാ മരിച്ചവർ? വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെയാണ് എഫേസ്യ ലേഖനത്തിൽ എങ്ങനെയാ വായിക്കുന്നത്? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങൾ. അതുകൊണ്ട് ആ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് അവൻ ജീവനോടിരിക്കുന്നവൻ എന്ന് പേരുണ്ടെങ്കിലും മരിച്ചവനാണ്. 3-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. ജീവനോടിരിക്കുമ്പോൾ തന്നെ മരിച്ച അവസ്ഥ ഏതാ? അതിക്രമങ്ങളാലും പാപങ്ങളാലും രക്ഷിക്കപ്പെടാത്ത സകല മനുഷ്യനും ആത്മീക മരണമാണുള്ളത്. ഈ മീറ്റിങ്ങിനകത്ത് ആരെങ്കിലും യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആത്മീക മരണത്തിലാണ് നിങ്ങൾ, ആത്മീക മൃതാവസ്ഥയാണ് നിങ്ങൾ. അതിൽ നിന്ന് ഉണരാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി: യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക. ആമേൻ. അപ്പോൾ ഇവിടെ ആത്മീകമായ ഉറക്കം സംഭവിച്ചാൽ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കളവിതയ്ക്കും. അവൻ കളവിതയ്ക്കുന്നത് 1 വ്യക്തികളിൽ കളവിതയ്ക്കും, 2 കുടുംബത്തിൽ കളവിതയ്ക്കും, 3 സഭയിൽ കളവിതയ്ക്കും. അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങിയാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് വചനം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേത് അത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു.
അവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പത്രോസിനോട് തിരിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ് പറഞ്ഞത്. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനേ എന്നെ വിട്ടുപോ. നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിക്കുന്നു. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ജനം എന്നെ കുറിച്ച് എന്ത് പറയും? അപ്പൊ ജനം എന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ ശിഷ്യന്മാരെല്ലാം കൂടെ ചാടി എഴുന്നേറ്റിട്ട് ജനം യേശുവിനെ കുറിച്ച് പറയുന്നതിനെ കുറിച്ച് യേശുവിനോട് പറയാൻ മത്സരിക്കുക. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു, ആട്ടെ നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയും? ഉടനെ ഒരു വലിയ ശാന്തതയുണ്ടായി. എന്റെ ഒരു ഇമാജിനാ പറയുന്നത്, ഒരു ശാന്തതയുണ്ടായി. ജനത്തിന്റെ അഭിപ്രായങ്ങൾ പറയാൻ മത്സരിച്ച ശിഷ്യന്മാർക്ക് യേശു ആരെന്ന് പറയാൻ ഒരു സ്വന്തം അഭിപ്രായം, ഒരു കാഴ്ചപ്പാടില്ലാതിരിക്കും. ശിശു സമൂഹം പഞ്ചപുച്ഛം അടക്കി നിൽക്കുമ്പോൾ അതിന്റെ നടുവിൽ നിന്ന് പത്രോസ് ചാടി എഴുന്നേറ്റിട്ട് പറയുകയാണ്, അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു പറഞ്ഞു, ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് ജഡരക്തങ്ങളല്ല, സ്വർഗത്തിലെ എന്റെ പിതാവാണ്. എന്നെ ആവേശഭരിതനാക്കി മാറ്റിയത് ശിഷ്യന്മാരോടൊപ്പം യേശുവിനോടൊപ്പം മുട്ടി ഉരുമയും തട്ടി ഉരുമയും നടക്കുമ്പോൾ, അത്ഭുതങ്ങൾ കാണുമ്പോൾ, സ്വന്തം സഞ്ചരിക്കുമ്പോൾ, ഇതിനിടയിൽ എപ്പോഴും പത്രോസ് യേശു ആരെന്ന വെളിപ്പാട് പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് തിരക്കുകളുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്, നമുക്കെല്ലാവർക്കും ജീവിത യാത്രയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനിടയിലും യേശു ആരെന്നുള്ള വെളിപ്പാട്, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യം, അത് അനുഭവിക്കാൻ കഴിയുന്നത് ജീവിതത്തിലെ വലിയ ഭാഗ്യമാണ് പ്രിയരെ. പത്രോസ് അത് പ്രാപിച്ചു. സാമാന്യ വിദ്യാഭ്യാസം പോലുമില്ലാത്ത അവൻ ഗന്നസരത്ത് തടാകമാണ് തന്റെ അറിവ്, തന്റെ ലോകം, തന്റെ പഠിപ്പ്. നബീമോ തോറയോ ഒന്നും കൊടുത്ത അറിവല്ല, പിതാവായ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച വെളിപ്പാട്. ആ വെളിപ്പാട് പറയാൻ തനിക്ക് അവസരം ലഭിച്ചപ്പോൾ പത്രോസ് ചാടി എന്നിട്ട് പറഞ്ഞു, അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തുവാണ്. യേശു പറഞ്ഞ മറുപടി എന്താ? ഇത് നിനക്ക് വെളിപ്പെടുത്തിയ ജഡരക്തങ്ങളല്ല, സ്വർഗത്തിലെ എന്റെ പിതാവാണ്. ആമേ. അവിടെ കർത്താവ് പറഞ്ഞു, നീ പത്രോസാ, പക്ഷേ ഈ പാറമേ, പത്രോസെ നീ പെട്ര, അതുവരെ ശിവൻ എന്ന് അറിയപ്പെട്ടിരുന്നവനെ കർത്താവ് പത്രോസ് എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ പത്രോസ് അവൻ പെട്ര, അവൻ അവിടെ നീ ഒരു പാറക്കഷ്ണമോ, പക്ഷെ ഈ പാറമേൽ, യുഗങ്ങളുടെ പാറയായ ക്രിസ്തു എന്ന പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല. പത്രോസിനോട് പറഞ്ഞത്, ഞാൻ സ്വർഗത്തിന്റെ താക്കോൽ നിനക്ക് തരുന്നു. പത്രോസിനോട് കർത്താവ് പറഞ്ഞത്, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടും. നോക്കിയ 3 ഭയങ്കര കാര്യങ്ങൾ. 1, യേശു ആരെന്ന് വെളിപ്പാട് പ്രാപിച്ചു. 2, സ്വർഗത്തിന്റെ താക്കോൽ കിട്ടിയവൻ. 3, സ്വർഗീയ അധികാരം പ്രാപിച്ചു. അന്ന് മുതൽ യേശു തന്റെ ക്രൂശ് മരണത്തെ കുറിച്ചും താൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടങ്ങളെ കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചൊക്കെ താൻ സംസാരിച്ചു കഴിഞ്ഞു. ഈ സമയം പത്രോസ് യേശുവിനെ വേറിട്ട് കൊണ്ടുപോയിട്ട് പറഞ്ഞു, നാഥ, അങ്ങേക്കൊന്നും അങ്ങനെയൊന്നും സംഭവിക്കരുത്, അങ്ങേക്ക് അങ്ങനെയൊന്നും ഭവിക്കരുത്. യേശു തിരിഞ്ഞു നോക്കിയിട്ട് പത്രോസിനോട് പറഞ്ഞതാ, സാത്താനെ എന്നെ വിട്ടു പോ. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, നമ്മളായിരുന്നെങ്കിൽ പത്രോസ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയപ്പോൾ നമ്മളാണെങ്കിൽ പറയും, പത്രോസെ നിനക്കേ ഉള്ളടാ എന്നോട് സ്നേഹം. എന്റെ മരണം പറഞ്ഞപ്പോൾ, ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോൾ, ഈ 12 എണ്ണത്തിൽ നിനക്ക് എന്നെ കുറിച്ച് ഒരു ആകുലത ഉണ്ടായല്ലോ, ഒരു ദുഃഖം ഉണ്ടായല്ലോ, നീ ഒന്ന് സംസാരിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ഒരുമിച്ച് നിന്നൊരു ഫോട്ടോയും ഒക്കെ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടാൻ ആത്മാർത്ഥതയുള്ളവരെന്ന് പറഞ്ഞു. പക്ഷെ യേശു തിരിഞ്ഞിട്ട് പത്രോസിനോട് പറയാം, സാത്താനെ എന്നെ വിട്ടു പോ. എന്ന് പറഞ്ഞാൽ കർത്താവിനൊരു കാര്യം മനസ്സിലായി, പത്രോസിന്റെ പിന്നിൽ ഇപ്പോൾ പിശാചുണ്ട്. പത്രോസിനെ പിശാച് കയ്യിലെടുത്തിരിക്കുന്നു. ഞാൻ വളരെ അമ്പരന്ന് പോയത്, യേശു ആരെന്ന് വെളിപ്പാട് പ്രാപിച്ചവൻ, സ്വർഗത്തിന്റെ താക്കോൽ കിട്ടിയവൻ, സ്വർഗീയ അധികാരം പ്രാപിച്ചവൻ, അവനെ എപ്പോഴും പിശാച് കയ്യിലെടുത്തു. സ്വന്തം എന്താ കാര്യം? യേശുവിന്റെ മരണത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കരുതെന്ന് പറയുമ്പോൾ യേശു വന്നത് മരിക്കാനായിട്ടാണ്. നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജനിച്ചു, നമ്മളെല്ലാവരും മരിക്കും.
അതുപോലൊരു സ്വാഭാവിക മരണത്തിനായിട്ടല്ല യേശു വന്നത്. യേശുവിന്റെ മരണം വ്യത്യസ്തമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ലോക സ്ഥാപനത്തിന് മുൻപേ, അനാദികാലത്തിനു മുൻപേ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിൽ നിന്ന് അവരെ വീണ്ടെടുക്കേണ്ടതിന് ദൈവമൊരുക്കിയ രക്ഷാകര പദ്ധതിയിൽ ആ രക്ഷ പൂർത്തീകരിക്കേണ്ടവനാണ് കർത്താവായ യേശു. അതിനൊരു മരണം അനിവാര്യമാണ്. ആ പാപപരിഹാര ബലിയാഗമായി മരണമായി തീരുവാൻ സ്വർഗം തെരഞ്ഞെടുത്ത് സ്വർഗത്താൽ അയക്കപ്പെട്ടവനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു വന്നത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിൽ നമ്മെ വീണ്ടെടുക്കുവാൻ, നമുക്ക് വേണ്ടി മരിക്കാനാണ് യേശു വന്നത്. സ്വതന്ത്രം. ആ മരണത്തെയാണ് സ്നേഹം കൊണ്ട് പത്രോസ് തടയാൻ നിന്നപ്പോൾ കർത്താവിന് മനസ്സിലായി, ഇതിന്റെ പിന്നിൽ ചലിക്കുന്നത് സാത്താനാണ്. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, എല്ലാ സ്നേഹവും സ്നേഹമല്ല. ചില സ്നേഹത്തിന്റെ പിന്നിൽ ചലിക്കുന്ന ചതിയുടെ ആത്മാവുണ്ട്. എല്ലാ സിമ്പതിയും സിമ്പതിയല്ല. ചില സിമ്പതിയുടെ പിന്നിൽ ചലിക്കുന്ന കുരുക്കുകളുണ്ട്. ഈ സന്ധിയിൽ നിങ്ങൾ തിരിച്ചറിയണം, ഈ രാത്രി നിങ്ങൾ തിരിച്ചറിയണം. വിവിധ ടൈം ഷെഡ്യൂളുകളായി ഈ മീറ്റിങ്ങിനകത്ത് സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങളത് തിരിച്ചറിയണം. എല്ലാ സ്നേഹവും സ്നേഹമല്ല. അവൻ എല്ലാ സിമ്പതിയും സിമ്പതിയല്ല. അതിന്റെ പിന്നിൽ ചലിക്കുന്ന വ്യാജം, അതിന്റെ പിന്നിൽ ചലിക്കുന്ന കുരുക്കുകളെ മനസ്സിലാക്കി സിമ്പതി കൊണ്ട്, സ്നേഹം കൊണ്ട് യേശുവിന്റെ മരണത്തെ തടയാൻ നിൽക്കുമ്പോൾ, യേശുവിന്റെ മരണം സ്വർഗം പ്ലാൻ ചെയ്തതാണ്. ഈ മരണം മാനവകുലത്തിന്റെ പാപത്തിൽ നിന്ന് അവരെ വീണ്ടെടുക്കേണ്ടതിനാണ്. ആ മരണത്തെ തടഞ്ഞാൽ മാനവകുലത്തിന്റെ പാപത്തിന്റെ വിമോചനമാണ് തടയപ്പെടുന്നത്. ദൈവം വെച്ച ദൈവിക കാര്യപരിപാടിക്കകത്തേക്ക് സ്നേഹം കൊണ്ടതിനെ തടയിടാൻ ശ്രമിക്കുമ്പോൾ കർത്താവിന് മനസ്സിലായി, ഇത് അവൻ ശരിക്കും ഇതിന്റെ പിന്നിൽ ചലിക്കുന്നത് സാത്താന്യമണ്ഡലമാണ്. കൃപ കൃപ കൃപ. അതുകൊണ്ട് തിരിച്ചറിയണം, എല്ലാ സ്നേഹവും സ്നേഹമല്ല. പ്രിയരെ, സ്നേഹത്തെ കുറിച്ച് തന്നെ തിരുവഴുത്തിലേക്ക് നോക്കുമ്പോൾ നാല് വ്യത്യസ്തമായ സ്നേഹത്തെ മൂലഭാഷയിലൂടെ ഞാൻ നിങ്ങൾക്ക് വേഗത്തിലൊന്ന് പരിചയപ്പെടുത്തും. അതിലൊന്ന് ഇറോസ് എന്നൊരു പദമാണ്. ഇറോസ്. എന്താ ഇറോസ് എന്ന പദം? ലൗകികമായ സ്നേഹം. അതിനകത്തൊരു പൈശാചികതയുണ്ട്, അതിലൊരു മൃഗീയതയുണ്ട്. ആ സ്നേഹത്തിന്റെ ഒരു ഭയാനകത എന്ന് പറയുന്നത്, ആഗ്രഹിക്കുന്നത് നേടാൻ മനുഷ്യൻ എന്തും ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ പലരും കൊലപാതകന്മാരായി മാറും. കേരളത്തിൽ നടക്കുന്ന, ലോകത്ത് നടക്കുന്ന പല സംഭവങ്ങൾ നിങ്ങൾ ഒന്ന് പരിശോധിക്കണം. സ്നേഹത്തിന്റെ പേരിൽ പരസ്പരം കൊന്നൊടുക്കുമ്പോൾ, കൊന്നു തള്ളുമ്പോൾ, ലൗകികമായ സ്നേഹം മനുഷ്യന്റെ പ്രാണനെ പോലും ചോദിക്കുമ്പോൾ, രക്തദാഹിയായി നിൽക്കുമ്പോൾ, എന്റെ പ്രിയരെ, ആ സ്നേഹം ഒരിക്കലും ദൈവമല്ല. ആ സ്നേഹം സത്യമല്ല. യോഹന്നാന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം സ്നേഹമാണ്, ദൈവ സ്നേഹമാണ്. പക്ഷെ എല്ലാ സ്നേഹവും ദൈവമല്ല. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ദൈവം സ്നേഹമാണ്, പക്ഷെ സ്നേഹം ദൈവമല്ല. ഞാൻ പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവം സ്നേഹമാണ്, പക്ഷെ സ്നേഹം ദൈവമല്ല. അതിന്റെ ഒന്നാമത്തെ തെളിവാണ് ഇറോസ്. ഇറോസ് എന്ന സ്നേഹം ലൗകികമായ സ്നേഹം. ആ സ്നേഹത്തിനകത്ത് ഒരു മൃഗീയത, പൈശാചികത. രണ്ടാമത്തെ സ്നേഹം അത് സ്റ്റോർജിയാണ്. സ്റ്റോർജി എന്ന പദത്തിന്റെ അർത്ഥവ്യാപ്തി എന്ന് പറയുന്നത് വേണ്ടപ്പെട്ടവരെ മാത്രം സ്നേഹിക്കുക. ചിലരങ്ങനെയാണ്, അവർക്കുള്ളവരെ മാത്രമേ സ്നേഹിക്കൂ, തങ്ങൾക്കുള്ളതിനെ മാത്രമേ സ്നേഹിക്കൂ. ഒരിക്കലും ഒരാളിനോട് പറഞ്ഞു, എന്റെ മുന്നുപാസയെ ഒത്തിരി സ്നേഹിച്ചാൽ അത് പാരയാണ്. അവർക്ക് തെസ്സലോനിക്ക ലേഖനത്തിൽ ഒരു വാക്യം എനിക്ക് പരിചയപ്പെടുത്താനുള്ളൂ. നിങ്ങളുടെ സ്നേഹം വർദ്ധിച്ച് കവിയും. പരിമിതമായ സ്നേഹത്തെ പരിമിതപ്പെടുത്തുമ്പോൾ, വേണ്ടപ്പെട്ടവരെ മാത്രമാണ് യേശു സ്നേഹിച്ചിരുന്നതെങ്കിൽ നമുക്ക് ഈ കൃപ ലഭിക്കില്ലായിരുന്നു. അപ്പോൾ ഈ സ്റ്റോർജി എന്ന് പറയുന്ന സ്നേഹം ദൈവമല്ല. അടുത്ത മറ്റൊരു സ്നേഹമാണ് ഫിലിയോ. പരിമിതമായ സ്നേഹം. അതൊന്നും ദൈവസ്നേഹമല്ല. പക്ഷേ യഥാർത്ഥ ദൈവസ്നേഹം അഗപ്പയാണ്. അഗപ്പ എന്ന് പറയുന്ന സ്നേഹം ത്യാഗോജ്വലമാണ്. അത്
പകരം വെക്കാനില്ലാത്തതാ, തുല്യം ചൊല്ലാനില്ലാത്തത്. ആ സ്നേഹമാണ് കാൽവറി ക്രൂശിൽ വെളിപ്പെട്ടത്. യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നു, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം. ആ എത്ര വലിയ സ്നേഹം നാം നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ പുത്രനെ നമുക്കായി ക്രൂശിൽ ഇട്ടു തന്നത്. അതിൽ പരമൊരു സ്നേഹമേറെ ഇല്ല പ്രിയരെ. ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്താം. ഒരിക്കൽ ഞാൻ അടൂരിനടുത്ത് തന്നെ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ എൻ്റെ മകളുടെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ മുൻപിൽ പോയൊരു സ്കൂട്ടർ അവൻ പെട്ടെന്ന് റോഡിൽ വഴുതി വീണു. ആ റോഡിൽ വെള്ളമൊലിക്കുന്ന ഒരു ഭാഗമായി ഞങ്ങൾ ഓടി ചെല്ലുമ്പോഴേക്ക് വണ്ടി നിർത്തി ഓടി ചെല്ലുമ്പോഴത്തേക്കിനും ഈ സ്കൂട്ടറിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് 4 വയസ്സുള്ള ഒരു കുഞ്ഞാണ്, ഒരു ആൺകുഞ്ഞാണ്. അവൻ റോഡിലേക്ക് തെറിച്ചു. ഓടിച്ചെന്ന് അവനെ പൊക്കിയെടുക്കുമ്പോൾ അവന്റെ നെറ്റി പൊട്ടി രക്തം ഇങ്ങനെ ഒഴുകി ഇറങ്ങുകയാണ്. ആ ഒഴുകിയിറങ്ങുന്ന രക്തം അവന്റെ കുഞ്ഞ് കൺപോളകളിലൂടെ ഒഴുകി ആ കുഞ്ഞു മുഖത്തിലൂടെ ചുണ്ടുകളിലൂടെ ഒഴുകി ഇറങ്ങുക. അവൻ പേടിച്ചു പോയി, വിറച്ചു വാവിട്ട് കരയുക. കുഞ്ഞിനെ ചേർത്ത് പിടിച്ചപ്പോൾ അവൻ ഭയന്ന് വിറച്ച് അലറി കരയുക. അവന്റെ അപ്പൻ ദൂരേക്ക് തെറിച്ചു വീണു. അദ്ദേഹം ഒരു നല്ല ഹൈറ്റ് വെയിറ്റ് ഉള്ള മനുഷ്യനാണ്. അദ്ദേഹം ചാടി എഴുന്നേറ്റ് വന്നപ്പോൾ 4 വയസ്സുള്ള തന്റെ കുഞ്ഞ് രക്തത്തിൽ കുളിച്ച് വാവിട്ട് പെടഞ്ഞ് കരയുന്നത് കണ്ടപ്പോൾ അപ്പന് സഹിച്ചില്ല. ആ മനുഷ്യൻ നടു റോഡിൽ തലയിൽ കൈയിട്ടടിച്ചുകൊണ്ട് ആലറിക്കരഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. എന്റെ മോനെ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. ആ മനുഷ്യനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. ഒടുവിൽ അദ്ദേഹം ആ കുഞ്ഞിന്റെ അടുത്തേക്ക് ആലറിക്കരഞ്ഞ് വന്നിട്ട് അവന്റെ മുഖത്തേക്ക് നോക്കി ആ രക്തം കണ്ട് വിറച്ച് നിലത്ത് ബോധമറ്റു വീഴുന്നത് കണ്ടു. ആ കുഞ്ഞിനെ അപ്പനെയും ഹോസ്പിറ്റലിലേക്ക് അയക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വന്നൊരു ചിത്രമുണ്ട്. 4 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ നെറ്റിപൊട്ടി രക്തമൊലിച്ചിറങ്ങുന്നത് കണ്ടു നിൽക്കാൻ ഒരപ്പന് കഴിഞ്ഞില്ലെങ്കിൽ, ആ അപ്പന്റെ ഹൃദയം പിടഞ്ഞെങ്കിൽ കാൽവറി ക്രൂശിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പറയുന്നത് 5000-ലധികം മുറിവുകളേറ്റ് ശരീരമാസകലം അടിച്ച് കീറപ്പെട്ടവനായി മുൾക്കിരീടധാരിയായി ക്രൂശിൽ യേശു പിടഞ്ഞു മരിക്കുന്നു. അവന്റെ തലയിൽ അടിച്ചിറക്കിയ ഒരു മുൾക്കിരീടത്തിന്റെ ഒരു മുള്ള് അവന്റെ കണ്ണിലൂടെ തറഞ്ഞു പുറത്തേക്ക് ഇറങ്ങി. ആ മുള്ളിലൂടെ ഇറ്റുവീണ രക്തത്തുള്ളികൾ മുഖത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന രക്തവും തുപ്പലും ചാലി കീറി ഒഴുകി അവന്റെ നെഞ്ചിലേക്ക് ഇറ്റുവീഴുന്നു. അർദ്ധനഗ്നനായിട്ടല്ല, നഗ്നനായിട്ട് ക്രൂശിൽ പിടഞ്ഞു മരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വന്തം ആ പുത്രന്റെ ക്രൂശിലെ മരണം കണ്ടിട്ടും പിതാവ് മുഖം മറച്ചു കളഞ്ഞു. ക്രിസ്തു ക്രൂശിൽ നിലവിളിച്ചു, പിതാവേ നീ എന്നെ കൈവിട്ടതെന്ത്? അമ്മേ, ഞാൻ എന്റെ കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അപ്പ എന്തിനാ സ്വന്തം പുത്രനെ ആദരിക്കാതെ കൈവിട്ടു? കർത്താവിന്റെ വാക്കുകൾ ഒരു മർമ്മരസ്വരത്തിൽ എന്റെ കാതിൽ കേട്ടു. സ്വന്തം നിന്നെ പോലെ അനേകരെ പാപത്തിന്റെ ചേറ്റി കണ്ടെത്തുന്നത് വിടുവിക്കേണ്ടതിന് ഞാൻ എന്റെ പുത്രനെ ക്രൂശിൽ കൈവിട്ട് കളഞ്ഞു. അതാ ദൈവം നമ്മോട് കാണിച്ച സ്നേഹം. അതാണ് അകപ്പേ, അമ്മേ, യഥാർത്ഥ സ്നേഹം. പ്രിയരെ, ഇവിടെ പത്രോസ് ഈ മരണത്തെയാണ് തടയാൻ പത്രോസ് നിൽക്കുമ്പോൾ പത്രോസിന്റെ പിന്നിൽ ചലിക്കുന്നത് സാധാരണ. ക്രൂശീകരണത്തിൽ സാധാരണ 7 ദിവസമൊക്കെ ഈ ക്രൂശിൽ ഇങ്ങനെ കിടന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, ആമേൻ, ക്രൂശിലേക്ക് വലിച്ചിട്ടുണ്ട് 8 ഇഞ്ച് നീളമുള്ള ആണി. അതിന്റെ ഒരറ്റം മുനയുള്ളതാണ്, ഒരറ്റം കൊടുമയാണ്. അതിങ്ങനെ കുത്തി കയ്യിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഈ വ്രൈസ്റ്റിന് താഴെ അപ്പോത്തിഗിരി അവിടുത്തെ ഡോക്ടേഴ്സ് വന്ന് അടയാളപ്പെടുത്തിയ ആ നേർവ്, 2 അസ്ഥികൾക്കിടയിലുള്ള നേർവിലേക്ക് കൊള്ളത്തക്ക വിധത്തിൽ കൈകൊണ്ട് കുത്തി കറക്കി ഈ തടിയിലേക്ക് കുത്തി ഇറക്കിയ ശേഷമാണ് ആണി കൊണ്ട് അടിച്ചുറപ്പ് വരുത്തുന്നത്. ക്രൂശിലിങ്ങനെ കിടക്കുമ്പോൾ പുറത്തെ മാംസപേശികൾ ഒട്ടും ശ്വാസമെടുക്കാൻ കഴിയില്ല. ഓക്സിജൻ അകത്തേക്കെടുത്ത് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടാൻ കഴിയാതെ അകത്ത് സ്റ്റോർ ചെയ്ത് പിന്നീട് ശരീരം കരുവാണിക്കും ഒരു വിരൂപമായി മാറുന്നു. 7 ദിവസം അങ്ങനെ കോമ സ്റ്റേജിൽ കിടന്ന ആളുകൾ മരിച്ചിട്ടുണ്ട്. സ്വപ്നം. എന്റെ പ്രിയരെ, ഇങ്ങനെയുള്ള മരണം ദൈവത്തിന് സ്വന്തം ക്രൂശിലുണ്ട്. പത്രോസ് പറഞ്ഞു അങ്ങനെയൊന്നും ഭാവിക്കരുത്. പക്ഷെ പൗലോസ് ആ ക്രൂശിലേക്ക് നോക്കിയിട്ട് പറയുക, എനിക്ക് പ്രശംസിപ്പാനുള്ളത് ഈ ക്രൂശിലാണ്. എനിക്ക് പ്രശംസിക്കാനുള്ളത്, എനിക്ക് സന്തോഷിക്കാനുള്ളത് ഈ ക്രൂശിലാണ്. ഒരുവൻ
യേശു ആരെന്ന് വെളിപ്പാട് പ്രാപിച്ചവൻ, സ്വർഗീയ അധികാരം ലഭിച്ചവൻ. സ്തോത്രം. തീർന്നില്ല അവിടെ. ആമേൻ. സ്വർഗത്തിന്റെ താക്കോൽ ഏറ്റുവാങ്ങിയവൻ. അവൻ സിമ്പതി കൊണ്ട്, സ്നേഹം കൊണ്ട് മരണത്തെ തടയാൻ അവന്റെ പിന്നിൽ സാത്താൻ നിൽക്കുമ്പോൾ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, അവൻ പത്രോസ് സാത്താന് വഴങ്ങിയെങ്കിൽ, സാത്താന് ഉപയോഗിക്കാൻ തക്ക വിധത്തിൽ സാത്താന് വഴങ്ങിയെങ്കിൽ പിശാച് ആരെയാണ് കയ്യിലെടുക്കുന്നതെന്ന് അറിയില്ല. ആമേൻ. ഈ രാത്രി വളരെ ഗൗരവത്തോടെ ഞാൻ പറയാം, നാം പിശാചിന് വഴങ്ങുന്നവരായി മാറരുത്. സാത്താന് നാം ഇടം കൊടുക്കരുത്. ശത്രു ആരെ കയ്യിലെടുക്കുമെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ നാം സ്നേഹിക്കുന്നവരെ ആയിരിക്കാം, നമ്മോട് ചേർന്ന് നിൽക്കുന്നവരെ ആയിരിക്കാം, കരുത്തന്മാരെ ആയിരിക്കാം, ഉന്നതന്മാരെ ആയിരിക്കാം. ആരെയാണ് പിശാച് കയ്യിലെടുക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ നിന്നെ തൊടാൻ അനുവദിക്കരുത്, നിന്റെ അകത്ത് കളവിതയ്ക്കാൻ അനുവദിക്കരുത്. ആ ക്രൂശോട് ചേർന്ന് നിൽക്കണം കേട്ടോ, ആ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം കേട്ടോ. യേശുവല്ലാതെ എനിക്കൊരു ദൈവമില്ല, യേശു കർത്താവ് മാത്രമാണ് എന്റെ ദൈവം, അവിടെ നിന്ന് മാത്രം മതി എനിക്ക്. ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാൾ വലുത് എന്റെ കർത്താവാണ്, എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട നിത്യതയാണ്. അകത്ത വെളിപ്പാട് ജ്വലിക്കുന്ന പ്രിയപ്പെട്ടവർ എന്നോട് ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കാൻ, നിങ്ങളുടെ മുഖത്തെ ആദരിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ മതിയായൊരു ദൈവം നമുക്ക് ഉയരത്തിലുണ്ട്. അവൻ നമ്മെ കൈവിടുന്ന ദൈവമല്ല. പിശാചിന് നിങ്ങളെ തകർക്കാനുള്ളതല്ല, പിശാചിന് നിങ്ങളെ ഉടച്ചു കളയാനുള്ളതല്ല, പിശാചിന്റെ ഇഷ്ടം നിങ്ങളെ നിവർത്തീകരിക്കപ്പെടാനുള്ളതല്ല. അവൻ ചങ്കിലെ ചോര കൊടുത്ത് അവൻ വീണ്ടെടുത്തത്, കാൽവരി ക്രൂശിൽ പ്രാണനെ തന്ന് നമ്മെ വീണ്ടെടുത്തത് പിശാചിന് നമ്മെ ഉപയോഗിക്കാനല്ല, പിശാചിന് നമ്മെ ഉപയോഗിക്കാനല്ല. നാം ദൈവത്തിന്റെ ഇഷ്ടമുള്ളവരാ, ദൈവത്തിന്റെ പദ്ധതി നിവർത്തീകരിക്കപ്പെടുന്നവരാ. ഇന്ന് ഈ സമയം ഈ സന്ധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. നോക്കൂ, പത്രോസ് എന്നൊരു മനുഷ്യനെ, പത്രോസ് എന്നൊരു ഭയങ്കര മനുഷ്യനെ സാത്താൻ കയ്യിലെടുത്തെങ്കിൽ ആരെയാണ് സാത്താൻ കയ്യിലെടുക്കുന്നതെന്ന് പറയാൻ സാധ്യമല്ല. യേശു പത്രോസിനോട് പോകാൻ പറഞ്ഞില്ല, പത്രോസിനോട് പറഞ്ഞത് സാത്താനെ എന്നെ വിട്ടുപോ. പലരെയും പിശാച് കയ്യിലെടുക്കുമ്പോൾ ദൈവം നിന്നെ കുറിച്ച് വച്ചിരിക്കാൻ കരുതിയിരിക്കുന്ന ദൈവിക പദ്ധതിക്ക് വിരോധമായി അതൊന്നും നടപ്പാകുവാൻ അനുവദിക്കാതെ, നിന്റെ കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാകാൻ അനുവദിക്കാതെ, നിന്റെ ആത്മിക വളർച്ചയെ മുരടിപ്പിച്ചു കളയാൻ, നിന്റെ നിത്യതയുടെ വെളിപ്പാട് നഷ്ടപ്പെടുത്തി കളയാൻ, നിന്റെ ആത്മിക കരുത്ത് ചോർത്തിക്കളയാൻ, ഒരു ശേഷം മനുഷ്യനെ പോലെ ബലഹീനനാക്കി കളയാൻ പിശാച് നിന്റെ ഉള്ളിൽ കളവിതയ്ക്കാൻ നീ അനുവദിക്കരുത്. ദൈവത്തോട് പിറുപിറുക്കുന്ന സ്തോത്രം, പ്രാർത്ഥന വേണ്ടെന്ന് പറഞ്ഞ്, ഈ ആത്മീയത വേണ്ടെന്ന് പറഞ്ഞ്, ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് പിന്നെ പുറകിലേക്ക് മാറിപ്പോകുന്ന വിധത്തിലേക്ക് പിശാച് നിന്റെ അകത്ത് കളവിതയ്ക്കാൻ അനുവദിക്കരുത്. ദൈവത്തോട് പിറുപിറുത്തിട്ടില്ലേ, ദൈവത്തോട് മത്സരിച്ചിട്ടില്ലേ, ദൈവത്തോട് ചോദിച്ചിട്ടില്ലേ, എന്താ കർത്താവ് എനിക്കിങ്ങനെ, എന്താ ഒരു മാറ്റമില്ലേ, ഞങ്ങൾക്ക് വിടുതലില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടില്ലേ? ഇന്ന് രാത്രി നമുക്ക് കർത്താവിന് കീഴടങ്ങ്. കർത്താവേ, എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. ദൈവത്തിന് സ്വന്തം ഗതസഭയിൽ പുത്രൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം. എത്ര പേര് അങ്ങനെ വിധേയപ്പെടുത്തും? അവിടെ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങാൻ പോവുകയാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇറങ്ങാൻ പോവുകയാണ്. നിങ്ങളുടെ കണ്ണുനീരിന് മറുപടി നൽകേണ്ടതിനായി, തകർച്ചകളെ മാറ്റേണ്ടതിനായി, വെല്ലുവിളികൾക്ക് അറുതി വരുത്തേണ്ടതിനായി നിങ്ങൾക്ക് വേണ്ടി ആ മഹാദൈവം ആമേൻ ആമേൻ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങുന്നു, നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ ഇറങ്ങുന്നു. അവൻ നിങ്ങളെ കൈവിടത്തില്ല കേട്ടോ. അവൻ കരം പിടിച്ചിട്ടുണ്ട്. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? എത്ര പേര് ആ കർത്താവിന് സ്തോത്രം ചെയ്യാൻ മനസ്സുണ്ട്? വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. പ്രിയരെ, അടുത്തൊരു വാക്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചത്. അപ്പൊ സർപ്പം ഹവ്വായെ ചതിച്ചത് ഉപായത്താൽ. ഈ സർപ്പം വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: പിശാചും സാത്താനും എന്ന പഴയ പാമ്പായ മഹാസർപ്പത്തെ. അപ്പോൾ ആ പഴയ പാമ്പായ മഹാസർപ്പം ഏതാണ്? പിശാചും സാത്താനുമെന്ന. അപ്പൊ സാത്താൻ ആമേൻ ഒരു കുടുംബത്തിൽ കളവ് തയ്ക്കുകയാണ്. ഉപായത്താൽ ഹവ്വയെ ചതിച്ചു. സ്വന്തം ആദമിനെ ഹവ്വയും ദൈവം ഏദൻ തോട്ടത്തിലാക്കി വെച്ചു. ദൈവം പറഞ്ഞു വേല ചെയ്യണം,
അവിടെ കാക്കണം. രണ്ട് കാര്യങ്ങൾ, ഒന്ന് വേല ചെയ്യണം, രണ്ട് കാക്കണം. വെറുതെ ഇരിക്കണമെന്നല്ല, നീ ഏതെന്തൊക്കെ കണ്ടു നടക്കാനല്ല പറഞ്ഞത്. ആമേൻ. പിന്നെ നീ ഈ തോട്ടം കാക്കണം, ഇവിടെ വേല ചെയ്യണം. ദൈവം അത് ആഗ്രഹിക്കും കേട്ടോ. കാക്കണം, വേല ചെയ്യണം. ശരിയായിട്ട് കാത്തിരുന്നെങ്കിൽ പിശാച് അകത്ത് കടക്കത്തില്ലായി കേട്ടോ. കാവൽ ചെയ്യുന്നതിൽ നമ്മളുടെ ഉത്സാഹിയാകണം. സ്വന്തം പിശാചിനകത്തു കയറാൻ വേലി പൊളിച്ചു കൊടുക്കരുത്. പിശാച് അകത്തു കയറി ഉപായത്താൽ ഹവ്വയെ ചതിച്ചു. ആമേൻ. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഒത്തിരി വിശദീകരണങ്ങളില്ലാതെ ഒറ്റ വാക്കിൽ ഞാൻ പറയട്ടെ. സ്വന്തം പറുദീസയിൽ നിന്ന് ആ കുടുംബത്തെ പിശാച് പെരുവഴിയിലാക്കി. എന്നേക്കും ജീവിച്ചിരിക്കുന്നവന്റെ ഹൃദയത്തിൽ കരുതി വച്ച അഭിലാഷങ്ങളെ വഞ്ചനയുടെ വലയിൽ കുരുക്കി ഏദൻ പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സ്തോത്രം. എന്റെ പ്രിയരെ, മോഹം ചെലുത്തിയ പാപത്തെ ഏറ്റുവാങ്ങിക്കൊണ്ട് പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യൻ. ശ്രദ്ധിച്ചേ, അവിടെ ഏദൻ പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ അവരിറങ്ങേണ്ടി വന്നത് പെരുവഴിയിലേക്കാണ്. ഇന്ന് ഈ രാത്രിയിൽ ഒരു ദൂത ഞാൻ കൈമാറുന്നത്, നിന്റെ മഹത്വത്തിൽ നിന്ന് പെരുവഴിയിലേക്ക് വലിച്ചിറക്കാം. നിന്റെ ഉന്നതമായ അനുഭവത്തിൽ നിന്ന് പെരുവഴിയിലേക്ക് വലിച്ചിറക്കാം. പ്രവനകചസിയാന ആത്മിക ജീവിതത്തിൽ നിന്ന് ആധമത്വത്തിലേക്ക് നിന്നെ വലിച്ചിറക്കാൻ, ഉപായത്തിലൂടെ ചതിച്ചു കളയാൻ കയറി വരുന്ന സാത്താന്യ പദ്ധതികളെ തിരിച്ചറിഞ്ഞ് ആത്മാവിലൊന്ന് പോരാടാൻ എത്ര പേര് രാത്രി തയ്യാറാണ്? മൗനമായിരിക്കരുത് കേട്ടോ. വളരെ ഗൗരവേറിയ ദൂതുകൾ, ആലോചനകൾ, പ്രബോധനങ്ങൾ, ഉപദേശങ്ങൾ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ എത്ര പേര് ഈ വചനത്തിന് ആമേൻ പറയുന്നുണ്ട്? എത്ര പേര് സ്തോത്രം ചെയ്യുന്നുണ്ട്? പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർ, ആമേൻ, സ്തോത്രത്തോടിരിക്കുന്നവർ ഇന്ന് രാത്രി മൗനമായിരിക്കാതെ ആ ദൈവസാന്നിധ്യത്തെ ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് സ്തോത്രം ചെയ്താട്ടെ. നിങ്ങളുടെ തലമുറയിലെ പെരുവഴിയിലിറക്കാൻ, ആമേൻ, നമ്മെ പെരുവഴിയിലിറക്കാൻ, നേടിയതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് തകർത്തു കളയാൻ, പ്രാപിച്ചതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് തകർത്തു കളയാൻ പെരുവഴിയിൽ ഇറക്കാൻ ശ്രമിക്കുന്ന സാത്താന്യ തന്ത്രങ്ങളെ ഇന്ന് രാത്രി തിരിച്ചറിയ. ഇസ്രായേലിനു വേണ്ടി ഒറ്റയ്ക്ക് പോരാടാൻ അഭിഷേകത്തോട് ദൈവമിറക്കിയ ഒരു ശിംശോൻ, അവൻ കൈകൾ ചെമ്പുചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് ദാഗോന്റെ ക്ഷേത്രത്തിൽ ഒരു കളിപ്പാവയായി മാറിയതുപോലെ നിന്നെ പെരുവഴിയിൽ ഇറക്കാൻ ശ്രമിക്കുന്ന, നിന്റെ കുടുംബത്തെ വഴിയാധാരമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു, നിന്റെ തലമുറയെ വഴിയാധാരമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന, നിന്ദയാക്കി മാറ്റാൻ ശ്രമിക്കുന്ന, അപമാനമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന സാത്താന്യ പദ്ധതികളെ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് ജയിക്കണമെങ്കിൽ അവൻ ദൈവത്തിന്റെ ഇഷ്ടത്തിനായിട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. അവൻ ആ ശക്തിയൊന്ന് ഏറ്റെടുത്തേ, ആ പ്രാർത്ഥനയൊന്ന് ഏറ്റെടുത്തേ, ആ ദൈവകൃപയൊന്ന് ഏറ്റെടുത്തേ, ആ ക്രൂശോടൊന്ന് അടുത്തു വന്നേ, ആ ക്രിസ്തുവിനോടൊന്ന് ചേർന്ന് നിന്നേ. സ്വതന്ത്രം. എന്റെ സമയയുടെ അവസാനിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ വേഗത്തിൽ ഒരു ചിന്ത കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. എന്റെ പ്രിയരെ, ആ കുടുംബത്തിൽ അടുത്ത പിശാച് തൊട്ടത് ആ ജനറേഷനെ, അടുത്ത തലമുറയാണ്. ഏതാ തലമുറ? അവൻ കയ്യിന് ഹാബേൽ കൊല ചെയ്യപ്പെട്ടു, കയ്യിൽ കൊലപാതകനായി മാറി. സ്വതന്ത്രം. തലമുറയെക്കാരെ പിടിച്ചു. ദൈവത്തിന് സ്വതന്ത്രം. തലമുറയാണ് പിശാചിന് ആവശ്യം. നമ്മള് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒരു ഭാഗം വായിക്കുന്നുണ്ട്. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി വന്നിട്ട് എലീശയോട് പറയുകയാണ്, നിന്റെ ശിഷ്യനായിരുന്ന ദാസനായിരുന്ന എന്റെ ഭർത്താവ് സ്വതന്ത്രം മരിച്ചുപോയി. പക്ഷെ അദ്ദേഹം ജീവിതത്തിൽ സമ്പാദിച്ചത് കടമാണ്. ഇപ്പോൾ കടക്കാർ വന്നു മക്കളെ പിടിച്ചു കൊണ്ടുപോകാൻ നിൽക്കുന്നു. പ്രിയരെ, ഒരായുസ് മുഴുവൻ ശുശ്രൂഷിച്ചിട്ട് ആ മനുഷ്യൻ സമ്പാദിച്ചത് കടമാണ്. ഈ ഒരു ആയുസ് മുഴുവൻ അവൻ വിദേശ രാജ്യങ്ങളിലും ഒക്കെയായി അധ്വാനിച്ച് കൂട്ടിയിട്ടും ഇതുവരെ ജീവിതത്തിൽ സമ്പാദിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ കടമല്ലേ, ബാധ്യതകളല്ലേ, പ്രശ്നങ്ങളല്ലേ. സ്വതന്ത്രം. ആ മനുഷ്യൻ ഇതുവരെ അവൻ നേടിയത്, ഉണ്ടാക്കി വെച്ചത് കടമാണ്. സ്തോത്രം. ഇപ്പോൾ ജിപ്തി ചെയ്യാൻ ആള് വന്നപ്പോൾ അവർക്ക് പ്രോപ്പർട്ടി വേണ്ട, തലമുറയെ മതി. എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജിപ്തി ചെയ്യാൻ ആള് വന്നാൽ പ്രോപ്പർട്ടിയാണ് ജിപ്തി ചെയ്യുന്നത്, പക്ഷെ ഇവർക്ക് തലമുറ മതി. എന്താ അതിനകത്തെ കാര്യം? ഈ തലമുറ നാളെ അവൻ ഗതി പിടിച്ച ഈ കുടുംബത്തിന്റെ അവസ്ഥ മാറും, ഈ കുടുംബത്തിന്റെ സ്ഥിതി മാറും. അതിനാ തലമുറയെ അറസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നു. നമ്മുടെ പ്രതീക്ഷ നമ്മുടെ കുഞ്ഞുങ്ങളാണ്. അവരിലൂടെയാണ് വാക്തത്വം. അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പക്ഷെ അവരെ തൊടാൻ,
അവരെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾക്ക് വിരോധമായി ശത്രു കയറുമ്പോൾ ഇന്ന് രാത്രി ആത്മാവിൽ പടവെട്ടാൻ എത്ര പേർ മനസ്സുണ്ട്? ദൈവത്തിന് കീഴടങ്ങി ആർജിച്ചെടുത്ത ശക്തിയിൽ ഒന്ന് എഴുന്നേൽക്കുവാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? നിന്റെ തലമുറയെ തോടാൻ ദൈവം അനുവദിക്കത്തില്ല. ക്രൈസ്തവോ, ജിപ്തി ചെയ്യാൻ കുഞ്ഞുങ്ങളെ മതി, തലമുറയെ മതി. നിന്റെ തലമുറയെ ആത്മീക ലോകത്തുനിന്ന് വലിച്ചു പുറത്തിടാൻ, മദ്യത്തിന് അടിമയാക്കി മാറ്റാൻ, ലഹരിക്ക് അടിമയാക്കി മാറ്റാൻ, അപ്പനും അമ്മയ്ക്കും എതിരായി തിരിക്കാൻ, കുടുംബത്തിനെതിരായി തിരിക്കാൻ, ആത്മീക ജീവിതത്തിനെതിരായി തിരിക്കാൻ, പ്രാർത്ഥനയ്ക്കെതിരായി തിരിക്കാൻ, അഭിഷേകത്തിനെതിരായി തിരിക്കാൻ, തലമുറകളെ പിടിക്കാൻ നിൽക്കുന്ന അന്ധകാര ശക്തികളോട് ഇന്ന് രാത്രി ആത്മാവിൽ യുദ്ധം ചെയ്യാൻ നീ ദൈവത്തിന്റെ കീഴടങ്ങ്. അവിടുന്ന് പ്രാപിക്കുന്ന ശക്തിയാലും എഴുന്നേൽക്ക്. കൃപ കൃപ കൃപ. ഓ റാബ ശാന്തരാജനാദിയ. പ്രവാചകൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിന്റെ വീട്ടിൽ എന്തോ ഉണ്ട്? അവള് പറഞ്ഞത്, ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. എന്നെ അത്ഭുതപ്പെടുത്തി. നിങ്ങൾ ശ്രദ്ധിക്കുമോ? എന്നെ അത്ഭുതപ്പെടുത്തി. ദാരിദ്ര്യം കുടികുത്തി വാഴുന്ന ഒരു വീട്ടിനകത്ത് ഒരു ഭരണി എണ്ണയുണ്ടെന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. സ്വോത്രം സ്വോത്രം. ഒരു ഭരണി എണ്ണയുണ്ടെന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമാ, കടമാ ചുറ്റും, പക്ഷെ അകത്ത് എണ്ണയുണ്ട്, അകത്ത് ദൈവകൃപയുണ്ട്, അകത്ത് പ്രാർത്ഥനയുണ്ട്, അകത്ത് ദൈവമായിട്ട് ബന്ധമുണ്ട്. കടത്തിന്റെ പേരിൽ, കടബാധ്യതയുടെ പേരിൽ ദൈവമായിട്ടുള്ള ബന്ധം വിട്ടുപോയില്ല. ആമേൻ. അപമാനങ്ങൾ വന്നതിന് പേരിൽ ദൈവമായിട്ടുള്ള ബന്ധം വിട്ടുപോയില്ല. സ്വതന്ത്രം. വെല്ലുവിളികൾ വന്നപ്പോൾ, തീച്ചൂള വന്നപ്പോൾ, ആമേൻ, കഷ്ടത വന്നപ്പോൾ ദൈവമായിട്ടുള്ള ബന്ധം വിട്ടുപോയിട്ടില്ലെന്ന്. ദൈവമായിട്ട് ബന്ധമുണ്ടെന്ന്. സ്വതന്ത്രം. പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് അവർ വീട്ടിനകത്ത് കയറി, കതകടച്ചു, വെറും പാത്രങ്ങളിലേക്ക് എണ്ണ പകർന്നു. ആ പാത്രങ്ങൾ നിറയാൻ തുടങ്ങി. പ്രിയരെ, എണ്ണയ്ക്ക് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല, ആ ഭരണയ്ക്കും കഴിവില്ല. പക്ഷെ അഭിഷേകമുള്ളവൻ പറഞ്ഞപ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി. എനിക്കൊരു കാര്യം മനസ്സിലായി. അകത്തൊരു പകർച്ച നടന്നപ്പോൾ പുറത്തെ കെട്ടുകൾ ഓരോന്ന് പൊട്ടാൻ തുടങ്ങി. അകത്തൊരു പകർച്ച നടന്നപ്പോൾ തലമുറയെ വേണമെന്ന് പറഞ്ഞതൊക്കെ പിന്തിരിയാൻ തുടങ്ങി. കാരണം അകത്ത പകർച്ചയിൽ സമസ്ത മേഖലകളിലും ഒരു വിടുതലുണ്ട്. പ്രബലകശസിയാന. ഇന്ന് രാത്രി ആ പ്രാർത്ഥനയുടെ ഒരു പകർച്ച, അഭിഷേകത്തിന്റെ ഒരു പകർച്ച, ദൈവകൃപയുടെ ഒരു പകർച്ച നിങ്ങളുടെ റൂമിനകത്ത് ഉണ്ടാകട്ടെ. അടകൽ കരകതരകടക ഷൈഡപനക ചസിയാന. എത്ര പേരെന്നോട് ചേർന്ന് വരുന്നുണ്ട്? എത്ര പേരെന്നോട് ചേർന്ന് വരുന്നുണ്ട്? ആ പ്രാർത്ഥനയിൽ, ആ ആത്മപകർച്ചയിൽ ആമൻ നിനക്കെതിരായി പുറത്തു നിൽക്കുന്ന സകല കെണികൾ മാറുകയാണ്. ആമൻ. ആ കണ്ണുനീര് മാറുകയാണ്, വെല്ലുവിളികൾ മാറുകയാണ്. റഗനഗസി വൈഷമനഘടകസിയ. വിശ്വസിക്കാൻ കഴിയുന്നവർ ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ചേ. അല്പസമയം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. റാംഥേനിയാന അൽഖമാന വൈഡപ്രവാസിയാന ശതരഘടക ഷൈഡവനഘടക ചുസിയ. അകത്തൊരു പകർച്ച നടക്കുമ്പോൾ അവൻ പുറത്തെ കെട്ടുകൾ പൊട്ടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിശ്വസിക്ക്. അവൻ ഈ പ്രഭാതത്തിൽ വിശ്വസിക്ക്. അകത്തൊരു പകർച്ച വെളിപ്പെട്ടപ്പോൾ എവിടെയൊക്കെ വിടുതൽ നടക്കണമോ അവിടെ എല്ലാം വിടുതൽ വെളിപ്പെടുകയാണ്. സ്വതന്ത്രം. തലമുറയെ പിടിക്കാൻ നിന്നവൻ സ്വതന്ത്രം ആ ആധിപത്യത്തിൽ നിന്ന് പിന്തിരിയുകയാണ്. സാമ്പത്തിക മേഖലയിൽ വിടുതൽ നടന്നു, ആത്മിക മേഖലയിൽ വിടുതൽ നടന്നു. ഒരു ഭയങ്കര വിടുതൽ ആ കുടുംബത്തിനകത്ത് നടക്കുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ സ്വതന്ത്ര പകർച്ചയ്ക്കകത്ത് സകല കെട്ടുകൾ. അവൻ എന്റെ വാക്കുകളെ നിങ്ങൾ വളച്ചൊടിക്കരുത്. ഉപദേശപ്രകാരം, വചനപ്രകാരം തന്നെ അത് ഏറ്റെടുക്കുക. അകത്തൊരു പകർച്ച നടന്നപ്പോൾ പുറത്തെ കെട്ടുകൾ ഓരോന്ന് പൊട്ടാൻ തുടങ്ങി. അടകരഹസ്യ. അകത്ത് ആത്മാവിന്റെ പകർച്ച നടക്കുമ്പോൾ ഇന്ന് രാത്രി വിശ്വസിക്ക്. പിശാച് കെട്ടിവെച്ച സകല കെട്ടുകളും നിന്റെ തലമുറയെ വിട്ടുതരത്തില്ലെന്ന് പറഞ്ഞ് കെട്ടിയത്, നിന്റെ തലമുറയെ അവൻ ദൈവസ്ഥലത്തിലേക്ക് വിടത്തില്ലെന്ന് പറഞ്ഞ്, ദൈവത്തോട് അടുപ്പിക്കാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ്, അടകൽ ഖരകസിയാം തീറിയാന പല വിധത്തിൽ കെട്ടിയ കെട്ടുകൾ, അവൻ മദ്യത്തിൽ കെട്ടിയ കെട്ടുകൾ, ലഹരി പദാർത്ഥങ്ങളിൽ കെട്ടിയ കെട്ടുകൾ, അടകരകസിയാന വല്ലാത്ത കൂട്ടുകെട്ടുകൾ കെട്ടിയ കെട്ടുകൾ, റബരകടകസിയ കടബാധതയ്ക്കകത്ത് കൊണ്ട് കുരുക്കിയ കുരുക്കുകൾ ഇന്ന് രാത്രി സാക്കലത് അഴിയപ്പെടുകയാണ്. റബനഘടകസിയാന അർത്ഥമനഘടകസിയ. നിന്റെ ഭാവിയെ സുരക്ഷിതമാക്കത്തില്ലെന്നും, നിന്റെ ഭാവിക്ക് ഒരു വിടുതലില്ലെന്നും, നീ ഇവിടെ ഇത് ജയിക്കത്തില്ലെന്നും, നീ ഇവിടെ മുന്നോട്ട് പോകത്തില്ലെന്നും, നീ പരാജയപ്പെടുമെന്ന് നിനക്കതൊരു രഹസ്യമായി പരസ്യമായി വെല്ലുവിളിച്ച് ശത്രു എഴുന്നേൽക്കുമ്പോൾ രാത്രി ആത്മപകർച്ചയിൽ സകല കെട്ടുകളും പൊട്ടുകയാണ്. ശബനകചസിയാണ്. പ്രിയരെ, കുടുംബത്തിനകത്ത് കളവിതയ്ക്കാൻ പിശാചിനെ അനുവദിക്കുന്നു. കുടുംബത്തിനകത്ത് കളവിതയ്ക്കാൻ പിശാചിനെ അനുവദിക്കുന്നത്.
ലഘോറിയാൻ എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച് അല്പസമയം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. സഭയിൽ കടവിതച്ചു ഒരു ബൃഹത്തായ വിഷയമാണ്. സഭയുടെ ആരംഭം മുതലുള്ള ചരിത്രമുണ്ട്. ആമേൻ. തിരുവെഴുത്തിൽ കാണുന്ന റോമാ സഭയും എഫേസ്യ സഭയും ഫിലിപ്പിയ സഭയും കൊരിന്തിയ സഭയും കൊലോസി സഭയും തെസ്സലോനിക്ക സഭ, അനന്തരം നിരവധി സഭകൾ, ആ സഭയ്ക്കകത്ത് കളവിതച്ചത്, ദുരുപദേശങ്ങളുടെ കളവിതച്ചത്, നിരവധി ആമേൻ തത്വചിന്തകളുടെ കളവിതച്ചത്, അധരമനഘടകചസിയാന ആത്മീക വർധനവിനും ആത്മീക നിലനിൽപ്പിനെതിരായി വ്യത്യസ്ത ആശയങ്ങൾ കൊണ്ട് ആളുകളെ കശക്കി എറിഞ്ഞ ആമൻ പിശാച് വിതച്ച കളകൾ. ഇന്ന് രാത്രി നിന്റെ അകത്ത് കള വിതയ്ക്കാൻ പിശാചിനെ അനുവദിക്കരുത്. നിന്റെ കുടുംബത്തിൽ കള വിതയ്ക്കാൻ പിശാചിനെ അനുവദിക്കരുത്. ദൈവത്തിന് സ്വന്തം നിന്റെ സഭയിൽ കള വിതയ്ക്കാൻ പിശാചിനെ അനുവദിക്കരുത്. ദൈവത്തിനൊന്ന് കീഴടങ്ങിക്ക്. ആമൻ. ഒന്ന് ആ ശക്തിയിലൊന്ന് എഴുന്നേറ്റ് നീ പിശാചിനോടൊന്ന് എതിർത്തേ. അവൻ എതിർത്തു നിൽക്കാതെ, ചെറുത്തു നിൽക്കാതെ നമ്മെ വിട്ടുമാറും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ആ പ്രാർത്ഥനയ്ക്കൊന്ന് കരുത്ത് വർദ്ധിക്കട്ടെ. ആമൻ. ആ ക്രിസ്തുവിനോടൊന്ന് ചേർന്ന് നിൽക്കട്ടെ, കർത്താവിനോടൊന്ന് ചേർന്ന് നിൽക്കട്ടെ, ക്രൂശോടൊന്ന് ചേർന്ന് നിൽക്കട്ടെ. യേശു മാത്രം മതി എനിക്കെന്ന് പറയാം. യേശു അല്ലാതെ എനിക്ക് മറ്റാരുമില്ലെന്ന് പറയാം. അടകൽ ഖരകത രകചസിയാന നീ എന്റെ വിഷയങ്ങൾക്ക് പരിഹാരമാണെന്ന് പറയാൻ അതരഘടക ഒരു പുത്തൻ കൃപയോടെ അടകരകസിയ ഒരു പുതിയ അനുഭവത്തോടെ ഇന്ന് രാത്രി ഞാൻ എഴുന്നേൽക്കുന്നു എന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഈ രാവിലെ ദൈവാത്മാവിനോട് സംസാരിച്ചു എന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? അവൻ തലമുറകളെ വേണമെന്ന് വാദിക്കുന്ന, നിന്റെ സമ്പത്തിന് വേണമെന്ന് വാദിക്കുന്ന, നിന്റെ ആത്മീയ ജീവിതത്തെ വേണമെന്ന് വാദിച്ച് അതിനെ അറസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ശക്തികൾ എന്നേക്കുമായി നിന്നെ വിട്ടുമാറുന്ന, തലമുറയെ വിട്ടുമാറുന്ന, കോമ്പൗണ്ടിനെ വിട്ടുമാറുന്ന, നിന്റെ വാഗ്ദത്തങ്ങളെ വിട്ടുമാറുന്ന ഒരു വിടുതലിന്റെ രാത്രിയായി, ഒരു പ്രഭാതമാക്കി പരിശുദ്ധാത്മാവിനെ മാറ്റുന്നതിനെ ശാബാന ഹൽഖരാജന ധരാധന ദിഗൽഖടകസി വൈഡാമന എല്ലാവരും ദയവായിട്ട് അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. അസാധാരണമായ വിടുതലുകൾ തലമുറകളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ ഒക്കെ വെളിപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് ചില വൻകാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എനിക്ക് ചിലരോടൊക്കെ വ്യക്തിപരമായ ആലോചന പറയണമെന്നുണ്ട്, പക്ഷേ സമയത്തിന്റെ പരിമിതികൾ കൊണ്ട് ഞാൻ വിരാമമിടുകയാണ്. ഈ വചനത്തിനകത്ത് നിങ്ങൾക്ക് ആമൻ ധൂതികൾ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി വിശ്വസിക്ക്, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ ചലിക്കുന്നു. ഒന്ന് കണ്ണുകൾ അടച്ചൊന്ന് സമർപ്പിച്ച് ആ ക്രൂശോടൊന്ന് ചേർന്ന് നിന്നേ. അടകരഹസ്യ കാൽവരിയിൽ ഒഴുകിയ രക്തത്തുള്ളികൾ ഇന്ന് രാത്രി പറ, കർത്താവേ അവിടുത്തെ രക്തം സകല പാപം പോക്കി ശുദ്ധീകരിക്കുന്നതാണ്. എന്നെ ഒന്ന് കഴുകണമേ. ഞാൻ പിശാചിന് വഴങ്ങുന്നവനായി മാറരുത്. പിശാച് എന്നെ ഉപയോഗിക്കരുത്, എന്റെ കുടുംബത്തെ ഉപയോഗിക്കരുത്. അവൻ കളവിതയ്ക്കാൻ അനുവദിക്കരുത്. അങ്ങനെ ഉപയോഗിക്കണം. അങ്ങേക്കായി ജീവിപ്പാൻ ഈ മരുഭൂ യാത്രയ്ക്ക് അപ്പുറത്തേക്ക് ഒരു നിത്യതയുണ്ട്. അതെനിക്ക് നഷ്ടമാകരുത്. വചനത്തിൽ എന്നെ ഉറപ്പിക്കണമേ. ആ വെളിപ്പാടിൽ എന്നെ നിലനിർത്തണമേ. കൃപ 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 കൃപ. അസാധാരണമായ വെളിപ്പാടിന്റെ ഒരു വലിയ ഉടമയാണ്. ഒരു വെളിപ്പാടിന്റെ അടകരകചസിയാന ഉറവിടമാണ്. അങ്ങനെ ഒരു അഭിഷേകം നിന്റെ മേൽ ചലിക്കുന്നുണ്ട്. അസാധാരണമായ ദൈവകൃപ നിന്റെ മേൽ ചലിക്കുന്നുണ്ട്. റാഖാലിയാന അവൻ വചനത്തിന്റെ വെളിപ്പാടുകൾ നിന്റെ മേൽ ജ്വലിക്കുന്നുണ്ട്. ഒരു പ്രാർത്ഥനയുടെ പുത്തൻ അഭിഷേകം നിന്റെ മേൽ ചലിക്കുന്നുണ്ട്. ഈ രാത്രി അവൻ ശക്തിയോടെയാണ് ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നത്. പ്രാർത്ഥന ആഗ്രഹിക്കുന്നവർ ഒന്ന് സമർപ്പിച്ചാട്ടെ, ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ മുൻപിലേക്ക് ഞങ്ങളെ സമർപ്പിക്കും. ഞങ്ങൾ കീഴടങ്ങുന്ന കർത്താവ്, അവിടുത്തെ ശക്തി ഞങ്ങളുടെ മേൽ പകർന്നാട്ടെ. പിശാചിനോട് നൃത്തത്തിനെ ജയിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കും. അവൻ ഞങ്ങളിൽ കളവിതയ്ക്കാൻ, ഞങ്ങളുടെ കുടുംബത്തിൽ കളവിതയ്ക്കാൻ, ഞങ്ങളുടെ സഭയിൽ കളവിതയ്ക്കാൻ അനുവദിക്കരുത്. പത്രോസിനെ പിശാച് കയ്യിലെടുത്തു. യേശുപ്പ ആമേൻ ഒരു കുടുംബത്തെ പറുദീസയിൽ നിന്ന് പെരുവഴിയിൽ ഇറക്കി. ഞങ്ങളുടെ കുടുംബത്തെ ഒന്നും തൊടാൻ അനുവദിക്കരുത്. തലമുറകളെ തകർക്കുന്ന ശക്തിയായി കയറി വരും. തൊടാൻ അനുവദിക്കരുത്. കണ്ണുനീര് തുടയ്ക്കണം. കടബാധ്യതകളെ അകറ്റണം. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകണം. ഞങ്ങളുടെ ആത്യന്ത ലക്ഷ്യം നിത്യതയാണ് കർത്താവേ. ഞങ്ങൾ വീണുപോകുവാൻ അനുവദിക്കരുത്. മുന്നേറുവാൻ സഹായിക്കണം. നിങ്ങളുടെ ജനത്തെ പരിശുദ്ധ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.